പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കും ഈ ശുശ്രൂഷ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന വിദൂരസ്ഥരായ എല്ലാവർക്കും അമ്മ മാതാവിന്റെ പ്രത്യേക മാധ്യസ്ഥ വചനം ശ്രവിക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ, വചനം ജീവിക്കുവാൻ അഭിഷേകം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നലെ നമുക്ക് വൈകുന്നേരം വളരെ ഹൃദ്യമായ ഒരു ദൈവികമായ സത്യം കർത്താവ് വെളിപ്പെടുത്തി തന്നു. ഇതൊരു സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുവന്നു. ആധ്യാത്മിക ജീവിതം എല്ലാം അങ്ങനെയാണ്. അതാണ് അച്ഛൻ ആദ്യ ദിവസം പറഞ്ഞത്, കർത്താവിനെ സ്നേഹിക്കണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വെളിപാടുകളെല്ലാം, വഴിനടത്തലെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇപ്പം നീ OITക്ക് എഴുതണം, അത് IELTS എഴുതിയാൽ മതിയോ? നിൻ്റെ വീട് ഇപ്പം പൊളിച്ച് മാറ്റിയിട്ട് പുതിയത് വെക്കണം, അതോ കല്യാണം കഴിഞ്ഞ് മതിയോ? മകളുടെ കല്യാണം കഴിഞ്ഞ് വെച്ചാൽ മതിയോ? അതൊക്കെ മുമ്പ് വേണോ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടാനുണ്ട്. വെളിപ്പെടുത്തി കിട്ടാത്തത് കൊണ്ടാണ് മണ്ടത്തോടെ കാണിച്ചു വെക്കുന്നത്. നമുക്ക് വെളിപ്പെടുത്തി കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോ അബദ്ധങ്ങളൊക്കെ ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴിനടത്തൽ കിട്ടാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ വെളിപാട് ലഭിക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ തീരും. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതൊരു ടെക്നിക്ക് ധ്യാനമാണെന്ന് എനിക്ക് അറിയാമല്ലോ, കുതന്ത്രമല്ല. ദൈവവചനത്തിൽ മനുഷ്യ ജീവിതം നയിക്കാൻ പറ്റിയ മുദ്രകൾ, ഇതിന് ബൈബിളിൽ മുദ്ര എന്നാണ് പറയണത്. 1-ാം മുദ്ര, 2-ാം മുദ്ര, വെളിപാടിലെല്ലാം ദൂതന് വന്ന് മുദ്ര പൊട്ടിക്കാൻ കണ്ടിട്ടില്ലേ? അപ്പോൾ വചനത്തിൻ്റെ സത്യം വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ മനസ്സ് വെളിവാക്കുകയാണ്. അതിന് ദൈവത്തിൻ്റെ മനസ്സ് വെളിവാക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ദൈവത്തെ സ്നേഹിക്കുകയാണ്. അപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് ശരി, പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിൻ്റെ പ്രവർത്തനങ്ങളിൽ ദൈവസ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഇന്നലെ പറഞ്ഞല്ലോ, നോ പ്രോഫിറ്റബിൾ ജോബ്, ജീവിതത്തിലുള്ള നോ പ്രോഫിറ്റബിൾ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിന് എപ്പോഴും ചെയ്യേണ്ട പ്രോജക്റ്റ് എന്താണ്? നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് എടുക്കണം. നോൺ പ്രോഫിറ്റബിൾ, ഈ കുരിശെന്ന് പറഞ്ഞാൽ എന്താ? നോൺ പ്രോഫിറ്റബിൾ പ്രോജക്റ്റാണ്. കുരിശെന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് പ്രോഫിറ്റൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഈശോയുടെ നാമത്തിലെടുത്താൽ ഈശോയ്ക്ക് മഹത്വം ഉണ്ടാവും. അതാണ് നോൺ പ്രോഫിറ്റബിൾ പ്രോജക്റ്റ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇന്നലെ അച്ഛനൊരു ഉദാഹരണം പറഞ്ഞില്ലേ, ഇടയ്ക്ക് വെച്ച് ഈശോ അത് കട്ട് ചെയ്ത് കളഞ്ഞ്, ചിലപ്പോൾ ഇന്ന് പറയാനായിരിക്കും. എന്താ പറഞ്ഞത്? ഒരു ചേട്ടനും അനിയനും അവർ ചേട്ടന്മാർ താമസിക്കുന്നു. അനുജന് കല്യാണം കഴിച്ചു. ജോലി സംബന്ധമായ വിഷയം കൊണ്ട് വൈഫിന് അന്യ ജില്ലകളിൽ പോയി താമസിക്കേണ്ടി വന്നു. വൈഫ് അവിടെ, അമ്മ അവിടെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൂടി കൊണ്ടുപോകേണ്ടി വന്നു. കുഞ്ഞുങ്ങളെ കാണാനും ഈ അപ്പന് ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി കാണാനും സന്ദർശിക്കാനും ശനിയും ഞായറൊക്കെ പോകേണ്ടി വന്നു. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം സഞ്ചരിച്ചപ്പോൾ വൈഫ് തന്നെ ചോദിച്ചു, നിങ്ങളെന്നാത്തിനാണ് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് വെറുതെ കാശ് കളയണത്? നമുക്കൊരു ജീവിതമില്ല, ചുമ്മാ ഇങ്ങനെ പേരൊപ്പിക്കാൻ വേണ്ടി വന്ന് കണ്ടു പോകാവുന്നില്ല, ഇതൊന്നും അല്ലല്ല, ഇങ്ങനെയല്ല കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നമ്മൾ ഒരുമിച്ച് താമസിക്കാതിരിക്കുന്നത് നല്ലത് എന്ന് പറയും. അപ്പോഴേ എന്താ വേണ്ട? തറവാട് വിൽക്കണം. തറവാട് വിൽക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ കാര്യം? തറവാട്ടിൽ അമ്മ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പനും അമ്മയും തറവാട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം, അത് വിൽക്കാൻ പറ്റത്തില്ല. അത് കാരണം പക്ഷേ ഇവർക്കാണെങ്കിൽ അപ്പന് ക്ഷീണം, അമ്മയ്ക്ക് ക്ഷീണം. അതുകൊണ്ട് മകന് അപ്പനെയും നോക്കണം, മക്കളെയും നോക്കണം. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 പോസ്റ്റയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തീരുമാനം എടുത്ത് മനസ്സോടെയാണെങ്കിൽ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുക, ഞങ്ങൾ നിങ്ങളെ നോക്കിക്കൊള്ളാം. അപ്പോൾ അപ്പം പറഞ്ഞു, എടാ ഞാൻ ജനിച്ചത് ഇവിടെയാണ്,
എൻ്റെ പൂർവികരൊക്കെ കിടക്കുന്നത് ഈ പള്ളി ഈ മണ്ണിലാണ്. ഇവിടുത്തെ വിട്ടുപോരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, അങ്ങനെയെങ്കിൽ അപ്പന് നീ ഇപ്പം അങ്ങനെ പോയിക്കോ, അല്ല ഇപ്പം എന്ത് ചെയ്യുക, നിനക്കും ജീവിക്കണ്ടേ, അപ്പൻ എൻ്റെ കൂടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മയെ ഒരു തരത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് അമ്മയെ അവർ തറവാട് വിട്ടിട്ട് അമ്മയെ കൊണ്ടുപോയി. അപ്പോൾ ആ പ്രശ്നം അങ്ങനെ സമാപിക്കുകയാണ്. ഇതെങ്ങനെ നോൺ പ്രോഫിറ്റബിൾ ആകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഇത് നോൺ പ്രോഫിറ്റബിൾ ആവും. എന്നുവെച്ചാൽ നമുക്ക് ലാഭമില്ലാത്തതാകും. ആർക്ക്? ചേട്ടായിക്ക്. ഈ കച്ചവടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല നഷ്ടം വരുമോ? ഈ നഷ്ടം വരുന്നതിൻ്റെ കൂടി ആയിരിക്കും എപ്പോഴും ദൈവം നിൽക്കുന്നത്. അതെന്താ വെച്ചാൽ ഇപ്പോഴും പ്രശ്നത്തിൽ അമ്മ അവർ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകും. പിന്നെ അമ്മ അവിടെ ഒറ്റയ്ക്ക് താമസിക്കും. ഫ്ലാറ്റിൽ 10 മണിക്ക് 11 മണിക്ക് ഒരു സ്വീപ്പർ വന്നിട്ട് അത് തൂത്തിട്ട് പോകും. അമ്മയുടെ ഭക്ഷണം എടുത്ത് ഭക്ഷണം ഒരു ഫാക്ടറിയിൽ വെച്ചേക്കും. അപ്പം അമ്മ വന്ന് ഇവിടെ ഇരുന്ന് ടി വിയും കാണും, അവിടെ പോയി ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് വന്ന് ടി വി കാണും, ടി വി കണ്ടിട്ട് പോയി ഭക്ഷണം കഴിക്കും. ഈ ഫ്ലാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് അമ്മയുടെ മൂവ്മെൻ്റ് എല്ലാം പോയി. മര്യാദയ്ക്ക് തറവാട്ട് വീട്ടിൽ ചുറ്റിടുന്ന കോഴിക്ക് തീറ്റയും കൊടുത്ത് അവിടെ ഇവിടെയൊക്കെ നീട്ടി തുപ്പിയും അയൽവാസികളുടെ വീട്ടിൽ പോയി പള്ളിപ്പണ വഴിക്ക് നാട്ടുകാരെല്ലാം കണ്ടും കുഴിക്കെ പോയി പ്രാർത്ഥിച്ചും അങ്ങനെ ആ മണ്ണുമായിട്ട് നടന്ന അമ്മ ഫ്ലാറ്റിൻ്റെ അകത്ത് ശരിക്കും പട്ടിക്കൂട്ടിൽ, ഈ പട്ടിക്കൂടിനേക്കാൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ പട്ടിക്കൂടിനേക്കാളും കുറച്ച് പൊങ്ങിയിരിക്കും, കുറച്ച് വിസ്തീർണം കൂടുതലല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. അവിടെ ജീവിക്കുന്നവർക്കറിയാം, എല്ലാ കണക്ഷനും പോയിരിക്കും, എല്ലാം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ താമസിക്കണമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല വേറെ നാട്ടുപുറത്തിൻ്റെ ഒരു സുഖവും നമുക്ക് കിട്ടത്തില്ല. അല്ലെ പിന്നെ അത് നാട്ടുപുറത്ത് ജീവിച്ചിട്ട് പോയി ഫ്ലാറ്റ് ജീവിക്കാൻ പാടായിരിക്കും. ഫ്ലാറ്റ് തന്നെ ജീവിച്ച് പോയാൽ പിന്നെ അത് തന്നെ അവസ്ഥയായിട്ട് പോകാൻ പറ്റും. പക്ഷേ എന്നാലും ഭയങ്കര പാടാണ്. അമ്മയുടെ കാലം നീരിറങ്ങി. ഇപ്പം അനക്കമില്ലാത്ത എന്നുള്ള ബോഡിക്ക് അനക്കമില്ലാത്ത കാരണം നീരിറക്കം വന്നപ്പോൾ കാലം നീരായി. ആ നീര് കൂടി കയറി പിടിച്ച് വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മരുന്ന് കഴിച്ചപ്പോൾ അമ്മയുടെ വിശപ്പ് പോയി, അമ്മക്ക് ഗ്യാസായി. അമ്മ ഗ്യാസ് കുടിയപ്പോൾ അമ്മക്ക് തലപ്പോച്ചിലായി. പള്ളിയിൽ പോകാൻ പറ്റണില്ല. പള്ളിയിൽ പോകണമെങ്കിൽ തന്നെ ഇവർ കാറും കൊണ്ടുവന്ന് ആഘോഷമായിട്ട് ഈ സംഭവത്തെ എടുത്ത് വെച്ച് പിടിച്ച് നടത്തിക്കൊണ്ടുപോയി വെച്ച് അത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം മരുമകൾ പറഞ്ഞു, അമ്മ ഒരു ബുദ്ധിമുട്ടുമില്ല, ബുദ്ധിമുട്ടാണ് ഈ സംഭവം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയും വിചാരിച്ച് അങ്ങനെയൊക്കെ ഇപ്പം പണ്ട് ദിവസം പള്ളിയിൽ പോയി നടന്ന് മര്യാദക്ക് പള്ളിയിൽ പോയി വേണമേ. ഇപ്പോഴാഴ്ചപ്പട്ട തന്നെ പോകണമെന്നുണ്ടെങ്കിൽ 10 പെട്ട സഹായം വേണം. അപ്പോൾ അമ്മ പറഞ്ഞ്, നിങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലോട്ട് തന്നെ പോയാലാന്ന് ചിന്തിക്കുകയാണെന്ന് പറഞ്ഞു. അയ്യോ അതൊക്കെ ഇനിയിപ്പോൾ ആരെ പോകാനാണ്, എവിടെ പോകാൻ, അവിടെ അപ്പനുണ്ടല്ലോ, അവർ ചേട്ടായിക്ക് അത് ബുദ്ധിമുട്ടാകത്തില്ല എന്ന് പറയാം. ഒരു ദിവസം ചേട്ടായി വന്ന് ഒരു ദിവസം അമ്മയെ കാണാൻ. ഈ മൂത്ത മക്കൾക്ക് എന്നാ പറഞ്ഞാലും അമ്മയോട് ഒരു പ്രത്യേക കൂറായിരിക്കും. അവർ പുറത്ത് പറയത്തില്ലെങ്കിലും അവരെ എന്നെ ഇടിച്ചാലും കൊന്നാലും ആ മൂത്ത മക്കളുടെ കൂറ് പോകത്തിലിരിക്കലും. കാരണം അവരാണല്ലോ ആദ്യം അമ്മയെ കണ്ടത്. അവർക്ക് ഒരു കറണ്ട് ഉണ്ടാകും, ആദ്യത്തെ കുഞ്ഞെന്നുള്ള രീതിയിലൊരു കറണ്ട് ഉണ്ടാകും. ഇപ്പോൾ ഈ അമ്മയെ ഫ്ലാറ്റിൽ വന്ന് കണ്ടപ്പോൾ ഇവൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു വല്ലാണ്ട്. കാര്യം ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാര്യം അമ്മയുടെ കോലം മാറിയിരിക്കുകയാണ്. ഇവൻ കണ്ട ഒരു അമ്മ ഉണ്ട് അവൻ്റെ മനസ്സിൽ. ആ ഫിഗർ ഇങ്ങനെ ഡിസ്റ്റോർട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ചങ്കലക്കണ ഒരവസ്ഥയാണ്. ഇവരാണെങ്കിൽ പറയാൻ പറ്റുമോ? അമ്മയ്ക്കാണെങ്കിൽ അപ്പനവിടെ നിൽക്കുന്നുണ്ടല്ല, പറയാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ചേട്ടൻ ഒറ്റക്കൊരു തീരുമാനം എടുക്കും. എന്താണ്? കൊണ്ടുപോകാനല്ല, നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ ഞാൻ 2 ആഴ്ച അമ്മയെ കൊണ്ടേ നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ 2 ആഴ്ച അമ്മ വീട്ടിൽ നടന്ന് ആ കോഴിക്കോടും പട്ടിക്കൂടും ഒക്കെ നടന്ന് വാതിക്കലൊക്കെ പോയി നാട്ടുകാരൊക്കെ സംസാരിച്ച് പള്ളിയിലൊക്കെ ഒന്ന് പോയി പിള്ളേരൊക്കെ ആയിട്ട് കളിച്ച് വരുമ്പോൾ അമ്മ ഓക്കെ ആകുമ്പോൾ പതുക്കെ വല്ല ആയുർവേദമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ നീരും കുറച്ച് അമ്മയെ ഓക്കെ ആക്കി എടുക്കാം. എന്നിട്ട് തിരിച്ച് വേണമെങ്കിൽ അമ്മയ്ക്ക് അത്യാവശ്യം കൊണ്ടുപോകാം, അല്ലെങ്കിൽ അമ്മ വീട്ടിൽ നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ് കണ്ടത്. ഇവിടെയൊക്കെ ഒന്നും മിസ്റ്റേക്കില്ല. ഇപ്പോൾ എന്ത് പറ്റി? ചേട്ടൻ്റെ കൂടെ അപ്പനും അമ്മയും. ഇവിടുത്തെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത്, അനുജനും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കാശിൻ്റെ കാര്യം പറയുമ്പോൾ സുവിശേഷത്തിലെ മറ്റേ പാട്ടിനെ പോലെ കൈ കുറുകിപ്പോവും.
ഇങ്ങനെ കറങ്ങി കുറുകെ കൈവിട്ട് കളിക്കത്തില്ലെന്ന് നമ്മൾ പറയത്തില്ലേ? കൈവിട്ട് കളിക്കത്തില്ലെന്ന് പറയാം. എന്താ വെച്ചാൽ ഇപ്പം അപ്പൻ അവിടെ നിൽക്കുകയാണ്. അപ്പം തറവാട് വിറ്റപ്പോൾ അപ്പൻ്റെ ജീവനാംശം ഉണ്ടല്ലോ, അത് മാന്യം മര്യാദയ്ക്ക് അനിയൻ ചേട്ടനെ കൊടുക്കേണ്ടതല്ലേ? ചേട്ടാ അപ്പനല്ല അപ്പൻ്റെ കൂടെ നിൽക്കണത്. ഒന്നുമില്ലെങ്കിൽ കാശില്ലെങ്കിലും അപ്പൻ്റെ കൂടെ രാത്രി മരുന്നിന് പോണതും അപ്പം ചുമക്കുമ്പോഴും കിതക്കുമ്പോഴൊക്കെ മരുന്നിന് പോണതെല്ലാം ചേട്ടനാണ്. അപ്പോൾ മനസ്സാക്ഷി അനുസരിച്ചിട്ട് അങ്ങനെ പോകാനും വരാനും ഒരാളുണ്ടല്ലോ, അത് വലിയൊരു ആശ്വാസമല്ല എന്ന് കൊടുക്കണം. അത് കൊടുത്തില്ല എന്നല്ല. ഇപ്പം അമ്മയും അവിടെ ചെന്നിരിക്കുക. അയാൾക്കകത്ത് വലിയ പറയത്തൊക്കെ ഇവരെ പോലെയുള്ള സ്ഥിരമായ വരുമാനമുള്ള ആളല്ല, ഉള്ള കൊണ്ട് ഉരുട്ടി അഡ്ജസ്റ്റ്മെൻറ്റിൽ പോണ ആളാണ്. ഇപ്പം അമ്മയും ആ ഗോൾ പോസ്റ്റിലായി. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഇതിങ്ങൾക്ക് രണ്ടും ജോലിയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അമ്മയുടെ മുഴുവൻ അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ മുഴുവൻ ചിലവ് ഇവർ വഹിക്കേണ്ടതാണ്. ചേട്ടായി ഒട്ട് ചോദിക്കത്തുമില്ല. അപ്പൻ്റെ അമ്മക്ക് മരുന്ന് മേടിച്ചതിന് അനിയനോട് കാശ് മേടിച്ചെന്ന രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ലത്. ചേട്ടായി ഒട്ട് ചോദിക്കത്തുമില്ല, ഇവരൊട്ട് കൊടുക്കത്തുമില്ല. ആരെങ്കിലും ബന്ധുക്കൾ പറയണമെങ്കിൽ ചേട്ടായി കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാമല്ല, പറയത്തില്ലെന്ന് ഈ അനിയത്തി പെണ്ണിനെ അറിയാം. ആ ചേട്ടായി പറയത്തില്ലെന്നുള്ള ആ ഒരൊറ്റ ഓപ്ഷൻ മുതലെടുത്തുകൊണ്ട് അർത്ഥയ്ക്ക് ഒപ്പ് തേക്കാതെയാണ് ഈ പണ്ടാരം പോണത്. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ കളിയിൽ, ഈ ലാഭത്തിൽ ആർക്കാണ് നഷ്ടം? ഈ കളിയിൽ, ഈ ബിസിനസ്സിൽ ആർക്ക് നഷ്ടം വരും? ചേട്ടായിക്ക് നഷ്ടം വരും. ചേട്ടായിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ നഷ്ടം, ഇപ്പോൾ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ ഈ നഷ്ടം ഈ മനുഷ്യൻ എടുക്കുന്ന ആരുടെ പേരിലാണ്? അപ്പൻ്റെ പേരിലാണെങ്കിൽ കുഴപ്പമാണ്, അമ്മയുടെ പേരിലാണെങ്കിൽ അത് കൃപയായി കൺവേർട്ട് ചെയ്യത്തില്ല. അപ്പൻ്റെ പേരിലെടുത്താലും ഇത് കൺവേർട്ട് ചെയ്യത്തില്ല, അമ്മയുടെ പേരിലെടുത്താലും കൺവേർട്ട് ചെയ്യത്തില്ല. ഇപ്പം ചില ആൾക്കാർ പറയുകയല്ലേ, എൻ്റെ അച്ഛ ഈ മനുഷ്യൻ പറ വെള്ളവാ, എപ്പോഴും വെളിവില്ല, ഒരു വെളിവില്ല, ഒന്നിലും വെളിവില്ല. ഞാൻ എന്നാ ചെയ്യുക? പിന്നെ എൻ്റെ മക്കളെ ഓർത്തിട്ട് ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുകയാണ്, നാട്ടുകാരെ കൊണ്ട് തലയിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അതും വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മൾ മക്കളെ ഓർക്കാനോ അമ്മയെ ഓർക്കാനോ അപ്പനെ ഓർത്തിട്ട് സഹായിക്കാനോ ആർക്കും കഴിയും. അതിന് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനി ആകേണ്ട ഒരു കാര്യമില്ല. മക്കളെ ഓർത്തിട്ട് വെള്ളമടിക്കാനും ഭർത്താവിൻ്റെ കൂടെ സഹിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിക്കാൻ അതിനൊരു ക്രിസ്ത്യാനി ആകണം നിർബന്ധമില്ല. അത് SNDPക്കാർക്കും പറ്റും, ജമാഅത്ത് ഇസ്ലാമിക്കും പറ്റും, ആർക്കും പറ്റും. അപ്പനെ ഓർത്തിട്ടും അമ്മയെ ഓർത്തിട്ടും ജീവിക്കാൻ അത് ആ കുരിശൊന്നും കൃപയാകത്തില്ല. ഈ കൃപയാകണത് ഈ ശിശുവിനെ എൻ്റെ നാമത്തെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇപ്പം ചേട്ടായി അപ്പനും അമ്മനും നോക്കണുണ്ടല്ലോ, അനുജനത് നോക്കണില്ല. അപ്പം അനുജന് ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയില്ല, ആ ഗ്രന്ഥി വർക്കൗട്ട് ചെയ്യത്തില്ല. ആ പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞുനാൾ മുതൽ എല്ലാവരുടെയും ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് അനുജന്മാർ ജീവിക്കുന്നത്. എല്ലാ അനുജന്മാരും എന്ന് പറയണില്ല, ചേച്ചി അനിയത്തിമാരും അങ്ങനെ തന്നെയല്ലേ. അവരെല്ലാം അമ്മ, അപ്പൻ, ചേച്ചി, ആങ്ങള എല്ലാവരുടെയും ആനുകൂല്യം ഇങ്ങോട്ട് വാങ്ങിച്ചാണ് ഈ ചെറിയ പിള്ളേർ, അനിയത്തിമാർ, ചേച്ചിമാർ വളർന്നു വരുന്നത്. അവർ കൊടുത്ത് പരിശീലിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ 10 അനിയത്തിമാരും അനിയന്മാരും ഒക്കെ റിസർവ്ഡ് ആയിരിക്കും, സ്വാർത്ഥമതികളായിരിക്കും പൊതുവേ. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പം അച്ഛൻ പറഞ്ഞാൽ ശരിയല്ല, ഞാൻ അനിയത്തിയാണ്, ഞാനാണ് എല്ലാവരെയും നോക്കണത്. മേ ബി ഒരു 10-20% അങ്ങനെ ഉണ്ടാകും, അത് ഞാൻ നിഷേധിക്കണില്ല. പൊതുവേ കിട്ടി എടുത്തവർ കൊടുക്കാൻ വൈമനസ്യം കാണിക്കുന്നുണ്ട്, കിട്ടി വളർന്ന ആൾക്കാർ. അതാണിപ്പോൾ അവർക്ക് സംഭവിച്ചത്. ഇത് എന്തിനൊരു വിഷയം, ഈ ചേട്ടായി അല്ലെങ്കിൽ ചേച്ചി, അവിടുത്തെ ചേച്ചി നല്ല സൂപ്പർ ചേച്ചിയാണ്. കാര്യം അത് അവരുടെ ഒരു മനസ്സാക്ഷിയാണ് ഈ അപ്പനും അമ്മനെയും അവരവിടെ നോക്കുന്നത്, ഭർത്താവിൻ്റെ അപ്പനെയും അമ്മനെയും. കാര്യം ജീവനാംശം എടുത്തപ്പോൾ അപ്പൻ്റെ അമ്മനെയും ജീവനാംശം അനിയൻ്റെ കയ്യിലായിപ്പോയി. അയാളത് കൊടുക്കണില്ല, അവർക്ക് നല്ല ശമ്പളമുണ്ട്, കൊടുക്കണില്ല അത്. അപ്പോൾ അപ്പൻ്റെ അമ്മനെയും ജീവനാംശം മേടിക്കാതെ അപ്പനെ അമ്മനെ അയാൾ നോക്കുകയാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സാധനം, ഈ കുരിശ് നിങ്ങൾ അപ്പനോടുള്ള സ്നേഹത്തിലെടുത്താലും അമ്മയോടുള്ള സ്നേഹത്തിൽ വെച്ചാലും ഈ മുട്ട പൊരുന്നത്തില്ല. കൃപയുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണമെങ്കിൽ, അതിൻ്റെ ചൂട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശോൻ്റെ പേരിലെടുക്കണം, ദൈവത്തിൻ്റെ പേരിലെടുക്കണം. കൃപ ഉൽപ്പാദിപ്പിക്കണം ചെയ്യണതേ. കൃപയെന്ന് പറയണത്
നമ്മളുടെ ലഭ്യമായ സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ കൃപ അഡീഷണൽ ഗ്രേസ് എന്ന് പറയും. ഇപ്പം നമുക്ക് അടിസ്ഥാന കൃപയുണ്ടല്ലോ. അടിസ്ഥാന കൃപ എന്ന് പറഞ്ഞാൽ എന്താ? കൂദാശകളിലൂടെ നമുക്ക് ലഭിച്ച കൃപയാണ്. കൂദാശകളിലൂടെ കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഈശോമിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളം കൂദാശ. അപ്പം മാമോദീസ നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കാൻ, ഉത്ഭവഭാവം നീക്കി, കർമ്മദോഷം ഉണ്ടെങ്കിൽ അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കാൻ ഈശോമിശിഹ സ്ഥാപിച്ച കൂദാശ മാമോദീസ. അപ്പോൾ ഇങ്ങനെ സ്ഥൈര്യലേപനം, ഇങ്ങനെ ഓരോ കൂദാശകൾ, കുമ്പസാരം, ഓരോ കൂദാശകൾ. ഈ കൂദാശകൾക്കെല്ലാം ഇതിന് ബേസ്മെൻ്റാണ്. ഫണ്ടമെൻ്റൽ ഗ്രേസ്, അടിസ്ഥാന കൃപയാണ് തരണത്. അടിസ്ഥാന കൃപയെന്ന് വെച്ചാൽ അടിത്തറയിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യണം? RC എടുക്കണം, കോളം എടുക്കണം, കെട്ടിപ്പൊക്കണം. ഈ കെട്ടിപ്പൊക്കൽ എന്ന് പറയുന്നത് ആർജിത കൃപയിൽ നിന്നാണ്. അടിസ്ഥാന കൃപ കൂദാശയിൽ നമുക്ക് കിട്ടും. അടിത്തറയില്ലെങ്കിൽ പിന്നെ എല്ലാം ഒടിഞ്ഞു താഴെ വീഴുമല്ലോ. അടിസ്ഥാന കൃപ കൂദാശയിൽ നിന്ന് കിട്ടും. അടിത്തറ നമ്മളിങ്ങനെ എപ്പോഴും ഉറപ്പിച്ചുകൊണ്ടിരിക്കും. നില ഉയരുന്നതനുസരിച്ചുകൊണ്ട് അടിത്തറ നമ്മൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. അടിസ്ഥാന കൃപ കഴിഞ്ഞിട്ടാണ് ആർജിത കൃപ. ആർജിത കൃപ എങ്ങനെയാണ്? നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഫോർമുല തരും, നമ്മളത് ഉൽപ്പാദിപ്പിക്കണം. ഇപ്പോൾ കൊക്കക്കോളയുടെ ഫോർമുല ഇന്ത്യക്ക് തന്നിട്ട്, ഇന്ത്യൻ കമ്പനിയാണ് കൊക്കക്കോള ഉൽപ്പാദിപ്പിക്കുന്നത്, ഫോർമുല കൊടുക്കും. അപ്പോൾ ആ ഫോർമുലയുടെ ചില രഹസ്യ ചേരുവകളുണ്ട്, അത് കമ്പനി നേരിട്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ സബ്സ്റ്റൻസ്, അത് ഇവർക്ക് അതിൻ്റെ ഫോർമുല സീക്രട്ട് കൊടുക്കുന്നത് ബിസിനസ് സീക്രട്ടാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഫോർമുല തന്നിട്ടുണ്ട്. നമ്മൾ ഫോർമുല ഉപയോഗിച്ച് കൃപ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, അച്ഛൻ ഇതൊക്കെ ഇങ്ങനെ സാങ്കേതികമായ വർത്തമാനം പറയുകയാണ്. സാങ്കേതിക വർത്തമാനമല്ല, ഈ കൃപ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? സാക്രിഫൈസിൽ നിന്നല്ലേ? കർത്താവിൻ്റെ സാക്രിഫൈസിൽ നിന്നാണ് കൃപ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ 12:18 മത്തായിയുടെ സുവിശേഷം, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് മത്തായി 12:18. എന്താണ്? ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ദാസൻ വരും മുമ്പ് അനേക ദാസന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ചെയ്തത് മൃഗപ്രകാരമുള്ള ഹനയാഗങ്ങളിൽ, ഹോമയാഗങ്ങളിൽ ഞാൻ സംപ്രീതനായില്ല. അപ്പോൾ അവരെല്ലാം മനുഷ്യൻ ചെയ്ത പാപത്തിന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പലതരത്തിലുള്ള ബലികൾ, ഹനനയാഗങ്ങൾ, ഹോമയാഗങ്ങളൊക്കെ സമർപ്പിച്ചു. അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാ പറഞ്ഞു, ഇങ്ങനെ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും ഒക്കെ സമർപ്പിച്ചത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമാക്കാനാണെങ്കിൽ നിങ്ങൾ പാപം ചെയ്തതിന് പാവപ്പെട്ട ആടെന്ത് ചെയ്ത്? അതുകൊണ്ടാണ് സങ്കീർത്തനം 40:6 പറയണത്, ഹോമയാഗങ്ങളിൽ ഞാൻ പ്രസാദിച്ചില്ല, ഹനനയാഗങ്ങളിൽ ഞാൻ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ ഇതാ ഞാൻ വരുന്നു, അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അപ്പം മനുഷ്യൻ ചെയ്ത പാപത്തിന്, മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന് മനുഷ്യന് തന്നെ പരിഹാരം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, കാര്യം അത് ടാലിയാകാത്തത് കൊണ്ടാണ്. കാര്യം ചെയ്തിരിക്കുന്നത് മനുഷ്യനോട് ചെയ്തതല്ല, മനുഷ്യൻ ദൈവത്തോട് ചെയ്തതാണ്. ടാലിയാകണില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത്? ദൈവം തന്നെ മനുഷ്യനായി ഇത് ടാലിയാക്കാൻ വേണ്ടി പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ദൈവം തന്നെ, അതുകൊണ്ടാണ് യോഹന്നാൻ ജോർദാൻ നദിയിൽ ബലിക്കുഞ്ഞാടിനെ കഴുകിയതിന് ശേഷം കഴുകി കരക്ക് കയറ്റി നിർത്തി പറഞ്ഞു, ബിഹോൾഡ് ദ ലവ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ ദൈവത്തിൻ്റെ, യോഹന്നാൻ 1:29 ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കരക്ക് കയറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ അത് ബലിയുടെ ഒരു പശ്ചാത്തലമാണ്. കാര്യം എന്താ? ലെവയ പുസ്തകം, ബലിപുസ്തകം അനുസരിച്ച് യോഹന്നാൻ മാംദാന വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് അഹ്റോൻ്റെ സ്ഥാനത്താണ്.
അയാളാണ് തോൽവാർ കൊടുത്തിരിക്കുന്നത്. അഹറോനല്ല തോൽവാർ കൊടുത്തിരുന്നത്. അഹറോനാണ് ബലിക്കുള്ള കുഞ്ഞാടിനെ ശുദ്ധവെള്ളത്തിൽ കഴുകണത്. അത് ലേവ്യ 8:16 അനുസരിച്ചുള്ള പഴയ നിയമ പാരമ്പര്യവും ആചാര അനുഷ്ഠാനക്രമം അനുസരിച്ചാണ് ബലിക്കുള്ള കുഞ്ഞാടിനെ ശുദ്ധമായ വെള്ളത്തിൽ കഴുകണമെന്ന്. ശുദ്ധമായ വെള്ളം ജോർദാൻ നദിയിൽ യേശുവിനെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതിൻ്റെ പിന്നിലുള്ള സത്യം അതാണ്. യേശുവിന് പാപം ഉണ്ടായിട്ടല്ല, യേശു ബലിക്കുഞ്ഞാടാണെന്നുള്ള ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. അഹറോൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് യോഹന്നാൻ മാംദാന യേശുവാകുന്ന ബലിക്കുഞ്ഞാടിനെ ജോർദാൻ നദിയിൽ ശുദ്ധവെള്ളത്തിൽ കഴുകിയിട്ട് ആണ് യോഹന്നാൻ പറഞ്ഞത്, ദിസ് ഇസ് ലാം ഓഫ് ഗോഡ്, ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. പിന്നെ അടുത്ത വചനം ഇവനെക്കൊണ്ട് ബലിയർപ്പിക്കുക എന്നുള്ളതല്ലേ. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22:8 അപ്പ തീയും വിറകും ഉണ്ടല്ലോ, അപ്പ ലഹരി ബലിക്കുള്ള കുഞ്ഞാട് എവിടെ എന്ന് ചോദിക്കും. ആര് ചോദിക്കും? ഇസഹാക്ക് ചോദിക്കും. അപ്പോൾ എബ്രാഹിം ഒരു മറുപടി പറയും, ദഹന ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരുമെന്ന്. അപ്പോൾ ദൈവം തന്നെ കുഞ്ഞാടുണ്ട്, അതാണ് യേശു ക്രിസ്തു. കൈ അടിച്ച് കർത്താൻ ഹല്ലേലൂയ. അപ്പോൾ ദൈവം തന്നെ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാ യോഹന്നാനോട് പറയണത്, ഇതാണ് എബ്രഹാം പറഞ്ഞ ദൈവം തന്നെ തന്ന കുഞ്ഞാട്. അതുകൊണ്ടാണ് യോഹന്നാൻ ഉടനെ പറയുന്നത്, ദിസ് ഈസ് ദ ലാം ഓഫ് ഗോഡ്, ഇതാണ് ദൈവം തന്നെ തന്ന കുഞ്ഞാട് എന്ന്. ഉടനെ നിത്യപിതാവ് സ്വർഗം തുറന്ന് പറയും, ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്, അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യാക്കോബിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല, കായേൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല. പക്ഷേ ആബേലിൻ്റെ ബലി ദൈവം പ്രസാദിച്ചു. പ്രസാദിക്കാതിരിക്കുക ബലി പെർസ്പെക്റ്റീവിൽ പറയുന്നതാണ്. യേശുവിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിക്കാൻ പോവുകയാണ്. ദൈവം പ്രസാദിക്കാൻ പോകുന്ന ബലിവസ്തുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവൻ തിരിച്ചു വന്നിട്ടാണ് പിന്നീട് ജ്ഞാനസ്നാനം സ്വീകരിക്കണം. പിന്നീട് സുവിശേഷ പ്രഭാഷണത്തിനായി കഫർനാമിലേക്കും കർത്താവിൻ്റെ സ്വന്തം പട്ടണത്തിലേക്കും പോകുന്നത്. പിന്നീട് അങ്ങോട്ട് കർത്താവിൻ്റെ സുവിശേഷ ദൗത്യങ്ങൾ ആരംഭിക്കുകയാണ്. റിപ്പന്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക, സമയമായെന്ന്. സുവിശേഷം വളരെ വളരെ അച്ചിട്ട പോലെ ഉൽപ്പത്തി മുതൽ ഇങ്ങനെ ഘടനാത്മകമായി യേശുവിൻ്റെ രക്ഷയിലേക്ക് വരുമ്പോഴാണ് ഇവിടുന്ന് കൃപയുണ്ടാകണത്. എന്താണ്? 2 പ്രാവശ്യം പറയും അപ്പോസ്തലന്മാർക്ക് ബലിയെക്കുറിച്ച് പറഞ്ഞ് ഈശോ ഒരിക്കലേ പാഷൻ പ്രെഡിക്ഷൻസ്, അങ്ങനെ 3 4 ഉണ്ട്. ചില ദൈവശാസ്ത്രജ്ഞന്മാർ 3 പറയും, ചില ദൈവശാസ്ത്രജ്ഞന്മാർ 4 പറയും. പീഡാനുഭവ പ്രവചനങ്ങൾ. ഒരിക്കൽ ഈശോ പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, അവനെ വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ബലിയായി. ആ ബലിയെക്കുറിച്ച് വചനങ്ങൾ കേട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഇങ്ങനെ പറയരുത്, ഇങ്ങനെ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേ, സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാൻ കാരണം എന്താ? യേശു ബലി ചെയ്ത പിശാചിൻ്റെ സാമ്രാജ്യം തകർന്നു പോകും. അതുകൊണ്ട് പിശാച് എപ്പോഴും പറയും സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ടാണ് മരുഭൂമി ചെന്നപ്പോഴും അവൻ പറഞ്ഞു സംഭവിക്കാതിരിക്കട്ടെ, നീ ദൈവപുത്രൻ അങ്ങ് താഴേക്ക് ചാടുക, കല്ലുകൾ അപ്പമാക്കുക, എന്നിട്ട് മര്യാദയ്ക്ക് ലോകത്തിൽ മനുഷ്യൻ്റെ പേരും പെരുമയും എടുത്ത് ജീവിക്കുക. കുരിശ് മണ്ണാങ്കട്ടയൊക്കെ വെറുതെ നട്ടക്കച്ചവടമാണ്, പോയിട്ട് കാര്യമില്ല എന്ന് പറയും അവൻ. എന്നിട്ട് ഉടനെ കർത്താവ് പ്രാർത്ഥന കൊണ്ട് അവനെ ശാസിച്ച് മാറ്റിയപ്പോഴും ബൈബിൾ പറയും തൽക്കാലത്തേക്കാണ് അവൻ പോയിരിക്കുന്നത്, അവൻ തിരിച്ചു വരുമെന്ന് പറയും. അവൻ തിരിച്ച് വന്നിട്ടുണ്ട്. ആരിലൂടെ? പത്രോസിലൂടെ. അപ്പോൾ ഈ പത്രോസിനോട് ഈശോ പറഞ്ഞു സാത്താനെ പുറകെ പോവുക, കാര്യം ഇപ്പം മറ്റേ പോയ ആളാണ് ഇപ്പോഴും തിരിച്ച് വന്നിരിക്കണമെന്ന് പറയും. അപ്പോൾ ആദ്യ പ്രഡിക്ഷൻ ആയില്ലേ. രാത്രി ഈശോ അപ്പയെ കാണും പറയും, അപ്പാ എല്ലാം കൈവിട്ട് പോണ പോലെ തോന്നുന്നു. പത്രോസ് ഇപ്പം തന്നെ വട്ടം ചവിട്ടി എന്ന് പറയും. ഇപ്പോൾ തന്നെ പത്രോസ് വട്ടം ചവിട്ടി. ഈശോക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭവമാണ്. പത്രോസ് ചവിട്ടിയ പിന്നെ യൂദാസിന് പ്രവർത്തിക്കാൻ ഗോളടിക്കാൻ എളുപ്പമാവും. അതാണ് സാധനം. പത്രോസ് വട്ടക്കാലിട്ട് ഒരാളെ മറിച്ചിട്ട് നമ്മൾ ഗോളും കൊണ്ട് മുന്നോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ പന്ത് യൂദാസിനെ കഴിച്ചെന്ന് പാടും. യൂദാസ് കൃത്യമായിട്ടും ഗോളടിച്ചിരിക്കും.
അപ്പോഴാകപ്പാടെ ഒരു കലുഷിതമായ അന്തരീക്ഷമാണ് വരണത്. പത്രോസിന് ശാസ്ത്ര കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പാടെ മുമ്പ് കണ്ണീരോടെ നിൽക്കും. വാട്ട് ടു ഡു മൈ ഫാദർ, തിങ്സ് ആർ ഗോയിങ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെയാണ് പോണത്, ഞാൻ ഒറ്റക്കായി പോകുന്നു, ആരുമില്ല കൂടെ. ഉണ്ടായിരുന്ന ആൾ പത്രോസാണ് ഇപ്പോൾ വട്ടം ചവിട്ടിയിരിക്കുന്നത്. വാട്ട് കാൻ ഐ ഡു, എന്ത് ചെയ്യും? പപ്പ ഇത് 2 പ്രാവശ്യം അപ്പ പറഞ്ഞു കുഴപ്പമില്ല, അവന്മാരെ എല്ലാത്തിനും കെട്ടിയെടുത്ത് കൊണ്ടുപോവാ, താബോറിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ സാധനത്തിനെയും കൊണ്ട് കർത്താവിൻ്റെ കുരിശുമരണം 3 കൊല്ലമായിട്ട് ഈ ആൾക്കാർ തിരഞ്ഞെടുത്തതിന് ശേഷം അനുഭവിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം അപ്പ എന്താ പറഞ്ഞിരിക്കുന്നത്? കുഴപ്പമില്ല, ഇപ്പം എന്ത് ചെയ്യുക, ഒരു പണിയുണ്ട്, കൊണ്ടുപോവാ. നീ ആരാണെന്നുള്ളത് അവർക്ക് അത്രയ്ക്ക് ബോധ്യമായിട്ട് തോന്നണം. കാരണം നീ അവിടെ ഇരുന്ന് ചപ്പാത്തി കഴിക്കുകയും ചെയ്യും, ഭക്ഷണം കഴിക്കും, വെള്ളവും കുടിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നിനക്ക് ഇങ്ങനെ ഒത്തിരി പരിചയമുള്ള കൊണ്ട് ഇവർക്കത്ര ഇന്ത്യയുടെ കൺവിഷൻ, ആന്തരികമായൊരു ബോധ്യം കിട്ടണില്ലെന്ന് തോന്നണം. നീ അവിടെ പായ കിടന്നുറങ്ങും, അവിടെ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, പോയി ഭക്ഷണം കഴിക്കും, ഇവിടെ തോളെ കൈയിട്ട് നടക്കും. ഇതിന് ഇവന്മാർ കാണിക്കുന്ന കോപ്പറേറ്റത്തിനൊക്കെ നീ നീതീകരിച്ച് കൊടുക്കും. കാര്യം കണ്ടവൻ്റെ സാപത്ത് ദിവസം കണ്ടവൻ്റെ പാഠശേഖരത്തിൽ പോയി കട്ടുന്നതാണ്. നാറ്റക്കേസായി ഉണ്ടാക്കിയതാണ്. ഇപ്പം ഈ കാലത്ത് മാത്രമല്ല, ശിഷ്യന്മാർ പണ്ട് നാറ്റക്കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കർത്താവ് ഉടനെ അത് നീതീകരിച്ച് ഒറ്റ ദിവസം ഞെട്ടിപ്പോയി. നീതീകരിക്കുന്ന ഡിസ്മിസ് ചെയ്യുന്ന ഓർത്ത്, സസ്പെൻഡ് ചെയ്യുന്ന ഓർത്ത്. കാര്യം സാപത്ത് ദിവസം, വേല എടുക്കാൻ പറ്റാത്ത ദിവസം കണ്ടവൻ്റെ പുരയിടത്തിന് കട്ടുതിരിക്കുകയാണ്. തിന്നതിന് മാത്രമല്ല മറ്റുള്ള കൊടുക്കുകയും ചെയ്ത്. അതിങ്ങനെ കൊടുത്താലും സഹിക്കാം. ജനം കണ്ടുപോയി, ഇത് മീഡിയ എല്ലാം കണ്ടുപോയി. ഇവൻ പുറത്തേക്ക് വന്നപ്പോഴേ ജനം പറഞ്ഞ ഇപ്പം മനസ്സിലായി. അപ്പം നീ പറഞ്ഞൊക്കെ വെറുതെ ചുമ്മാ കള്ളത്തരമാണ്. അതായത് സാപത്ത് ദിവസമാണ് നിൻ്റെ ശിഷ്യന്മാർ കണ്ടവൻ്റെ ഗോതമ്പ് പറിച്ച് തിന്നിരിക്കുന്നത്. ഇതാണ് അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പം പത്രോസിന് വെള്ളിടി ഇറങ്ങി. കാര്യം എന്താണ്? കർത്താവ് എങ്ങാനും 10 ദിവസം നോക്കി കഴിഞ്ഞാൽ ഇവൻ്റെ വായി ഗോതമ്പിരിക്കുകയാണ്. മറ്റുള്ള ആരും കൂടെ കർത്താവ് തന്ത്രപൂർവ്വം നോക്കാതെ കർത്താവ് ഇവരോട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ പത്രോസ് വിചാരത്തിൽ ഒരു സസ്പെൻഷൻ ഉറപ്പാണ്, ഒരു ഡിസ്മിസൽ ഉറപ്പാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പം ഇതൊന്നും സംഭവിക്കാതെ ഈശോ പറഞ്ഞേ, ദാവീദും അനുചരന്മാരും വിശന്നപ്പോൾ എന്നാ ചെയ്തത്? ദേവാലയത്തിൽ കയറിയിട്ട് പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രം കഴിക്കാൻ വരുന്ന കാഴ്ചവെപ്പ് എടുത്ത് കഴിച്ചില്ലേ? മനുഷ്യപുത്രൻ സാപത്തിൻ്റെ അധിവാദനായി വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു. ഇത് പത്രോസിനെ ശരിക്കും വല്ലാണ്ടാക്കിയിട്ടുണ്ട്. പത്രോസൊക്കെ അവസാനം കുരിശും കൊണ്ട് വരുമ്പോൾ പറയും, ഈ സൈസ് എടുക്കത്തില്ലെന്ന് പറയും. സാധനം മര്യാദക്ക് തലകുഴയായിട്ട് കുറിച്ചിട്ട്, എൻ്റെ കർത്താവിൻ്റെ ഒപ്പമാകാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ ഇഞ്ചിഞ്ചായിട്ടൊരു ജന്മം ഈ കുരിശ തൂങ്ങി തലകീഴായിട്ട് ഞാൻ മരിക്കും. അതാണ് ജീസസ് എന്ന് പറയും, ഞാൻ അനുഭവിച്ച എൻ്റെ കർത്താവ്. ഈശോ ഇങ്ങനെ ഇവരിലേക്ക് കൊടുക്കണ ഒരു പവറുണ്ട്. അതെന്ന് പറഞ്ഞ് വല്ലാത്തൊരു പവറാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് സ്നേഹം ആയി അർപ്പിച്ച് അവനെ വീണ്ടെടുക്കുന്ന ഒരു റെഡിങ് ലവ് ആണ്. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. ദൈവത്തിലെ ഞാൻ നിന്നോട് പറഞ്ഞു, നീ കൃപയിൽ വളരാനുണ്ടെങ്കിൽ സ്നേഹത്തിൽ വളരണമെന്ന്. പക്ഷേ എന്ത് സ്നേഹമാണ്? ബൈബിൾ പറയും അഗാപ്പെ, ഫീലിയ, ഈറോസ്, കുറേ സാധനം പറയും. ഈറോസ് പ്രണയം, അഗാപ്പെ എന്ന് പറയുന്നത് സഹോദര സ്നേഹം, ഫീലിയ എന്ന് പറഞ്ഞാൽ അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹം. ഇതൊന്നുമല്ല കർത്താവിൻ്റെ സ്നേഹം. എന്നിട്ട് കർത്താവിൻ്റെ സ്നേഹത്തെ കൊണ്ടുവന്നൊരു അഗാപ്പയാക്കി വെക്കും. ഒക്കെ വെറുതെ ചുമ്മാ. അതൊന്നുമല്ല, റെഡിങ് ലവ്, രക്ഷിക്കുന്ന സ്നേഹമാണ്. ദൈവം സ്നേഹത്തെ മാർക്കിടുന്നത് ഗ്രീക്കുകാരൻ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ചല്ല. കരിസ്മാറ്റിക് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പറയും സ്നേഹം 4 തരമുണ്ട്, അഗാപ്പയുണ്ട്, പീലിയ ഉണ്ട്, ഈറോസ് ഉണ്ടെന്നൊക്കെ പറയും. ഇത് ഗ്രീക്കുകാരുണ്ടെങ്കിൽ നമ്മളെന്നാ ചെയ്യണം? യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സ്നേഹം എന്താണ്? ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ലവ് ആൻഡ് ദാറ്റ് ഈസ് റെഡിങ് ലവ്. നിൻ്റെ ന്യൂനതകളോ പരാധീനതകളോ പോരായ്മകളോ അതിനെ കണ്ണുവെക്കാതെ നിന്നെ മനസ്സിലാക്കി രക്ഷിക്കുന്ന സ്നേഹമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ. മകൻ്റെ ഈ റെഡീം ലവ് ഇല്ലേ, രക്ഷിക്കുന്ന സ്നേഹം, വീണ്ടെടുക്കുന്ന സ്നേഹം. ഈ വീണ്ടെടുക്കുന്ന സ്നേഹമാണ് അപ്പാനെ അങ്ങ് തരളിതമാക്കിയത്. വീണ്ടെടുക്കുന്ന സ്നേഹമാണ്. അതേപോലെ നിൻ്റെ വൈഫിനോടായാലും, ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു പയ്യൻ വന്നു.
അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അച്ഛാ 2 കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ വൈഫ് വേറെ ഒരുത്തൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു. ഗൾഫ് വന്നപ്പോൾ അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, മോനെ നീ എന്ത് തീരുമാനിച്ചെന്ന് ചോദിച്ചു. അച്ഛൻ പറ, എനിക്ക് അവൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അച്ഛാ. അപ്പം ഞാനോർത്ത് ഇവന് ഈ മനസ്സ് എവിടെ നിന്ന് കിട്ടിയെന്ന്, എങ്ങനെ ഈ മനസ്സ് കിട്ടി? അപ്പം ഞാൻ ന്യൂട്രലായിട്ട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ പ്രതിയാണോ എന്ന് ചോദിച്ചു. 2 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നല്ലോ അതിനെപ്രതി. അപ്പം അല്ല അച്ഛാ, എനിക്ക് അവളെ മിസ് ചെയ്യണ പോലെ തോന്നുന്നുണ്ട്, എനിക്ക് അതിൻ്റെ അകത്ത് വിഷമമില്ല, ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക സാഹചര്യമായിരിക്കും. അപ്പം ഞാനിവിടുത്തെ ഇങ്ങനെയൊക്കെ പിള്ളേർ ഇപ്പോൾ ഉണ്ട്, പിള്ളേരാണതേ, അധികം ഇല്ല, 10, 27, 28 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ 10, 45 വയസ്സുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊക്കെ ബുദ്ധിമുട്ട് കുറേ ജീവിതം ജീവിച്ച് കല്ലും ചോറുമൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയല്ല. 27 വയസ്സുകാർ ഇങ്ങനെ ഇതിന് റെഡീം ലവ് എന്ന് പറയും. നമുക്ക് നഷ്ടമാണ് ഉണ്ടാകണത്, നമുക്ക് നഷ്ടമാണ് ഉണ്ടാകണത്. പക്ഷെ എനിക്ക് തോന്നിയായിരുന്നു കുഞ്ഞുങ്ങളെ പ്രതിയാണോയെന്ന് പറയുമ്പോൾ അവൻ എന്നോട് പറയേണ്ടിയിരുന്നത് ഈശോനെ പ്രതി ആയിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 100 മാർക്ക് അതിന് കിട്ടും, അതിന് 100 മാർക്ക് കിട്ടും. കാര്യം നമ്മുടെ മാർക്ക് കൂട്ടാനൊക്കെ ഈശോനെ പ്രതിയാക്കിയാൽ മതിയല്ല. കാര്യം എന്താ? റെഡീം ലവ് ഈശോയാണ് ചെയ്തത്. അവൻ്റെ കുരിശിൻ്റെ കൂടിയാണ് നമ്മുടെ ഈ നഷ്ടക്കച്ചവടം കുരിശ് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു ജ്ഞാനസ്ഥാനം കിട്ടും. എന്താ കാര്യം എന്നറിയാവോ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്ഥാനം സ്വീകരിച്ച നിങ്ങളെല്ലാം അവൻ്റെ മരണത്തോടാണ് ഐക്യപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു വചനമുണ്ടോ? ഇപ്പോൾ വചനം കിട്ടിയതാണ്. സുഖിയുടെ ഹല്ലേലൂയ, യേശു സ്വസ്തം, യേശു സ്വസ്തം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 12:50 ലൂക്കാ സുവിശേഷം. എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ട്. 12:50 ലൂക്കായുടെ സുവിശേഷം. എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ട്. അപ്പോൾ ഈശോ ഉദ്ദേശിച്ച ജ്ഞാനസ്ഥാനം എന്താ? പീഡാനുഭവമാണ്. ഈശോ ഉദ്ദേശിച്ച ജ്ഞാനസ്ഥാനം എന്താ? പീഡാനുഭവം. പീഡാനുഭവത്തിന് ഈശോ വിളിക്കുന്ന പേരെന്താ? ജ്ഞാനസ്നാനം. ഈ പീഡാനുഭവത്തിന് ഈശോ ആണ് ജ്ഞാനസ്നാനം എന്ന് വിളിച്ചത്. അപ്പോൾ എല്ലാ പീഡാനുഭവങ്ങളും, ഇപ്പോൾ ഇവൻ്റെ വൈഫ് വേറൊരുത്തൻ്റെ കൂടെ പോയി. അപ്പോൾ എന്നോട് അവൻ പറഞ്ഞത് എന്തിനാണ്? മക്കളെ പ്രതിയല്ല, എനിക്ക് അവളോട് സ്നേഹമുണ്ട്, അവൾ തിരിച്ചു വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് അവൻ പറയണത്. അപ്പോൾ അച്ഛനെൻ്റെ മനസ്സിലെന്താണ്? അത് ഈശോനെ പ്രതിയാണ് അവൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പുഴവെള്ളമില്ലേ, നല്ല ശുദ്ധമായ പുഴവെള്ളം, അത് നേരെ വന്ന് കടലിലോട്ട് ചാടി വീഴുമ്പോൾ എന്ത് പറ്റും? അത് ഉപ്പ് വെള്ളമായി പോകും. ഇതുപോലെയാണ് നമ്മുടെ സൽപ്രവൃത്തിക്ക് പറ്റണത്. നമ്മളൊരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ അണക്കെട്ടി വേണമെങ്കിൽ ആ വെള്ളം പടശേഖരങ്ങൾക്ക് വിട്ടാൽ നല്ല നെല്ലായിട്ട് കിട്ടും. അണക്കെട്ട് വേണമെങ്കിൽ ആ വെള്ളം ടർബൈൻ വെച്ച് കറക്കിയാൽ കറണ്ടാകും, കറണ്ട് കാറ്റാകും, കാറ്റ് വെളിച്ചമാകും, ഇങ്ങനെയാകും. അപ്പോൾ ഈ നല്ല പ്രവൃത്തികളെല്ലാം കർത്താവിൻ്റെ പീഡാനുഭവം കൊണ്ട് നമ്മൾ അണകെട്ടണം. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? ഈശോൻ്റെ പേരിലാക്കണമെന്ന്. ഇപ്പം എൻ്റെ വൈഫ് വഴക്കിട്ട് പോയിട്ട് അവൻ തിരിച്ചു വരാമെന്ന് അവൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞില്ലേ? ഇവൻ ഇതുകൊണ്ട് നമുക്കൊരു ജന്മം ജീവിക്കാനുള്ള കൃപയുണ്ടാക്കാൻ പറ്റും. ഇവൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞ്, അതാണ് നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. യേശുക്രിസ്തുവിനെ അറിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ പേരിലാണ് ഈ ഭാര്യനെ സ്വീകരിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 30 കൊല്ലം ഉണ്ടാക്കുന്ന കൃപ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് സ്വന്തമായിട്ട് കൃപ ഉൽപ്പാദിപ്പിക്കണമെന്ന് പറയണത്, ആർജിത കൃപ. ഇത് 9:37 മർക്കോസിൻ്റെ സുവിശേഷമാണ്. എന്താണ്? ഈ ശിശുവിനെ, ഈ സങ്കടത്തെ, ഈ ബലഹീന സാഹചര്യത്തെ, ഈ രോഗത്തെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കണവൻ. ആരെ സ്വീകരിക്കുന്നു? എന്നെ സ്വീകരിക്കുന്നു, ഐക്യപ്പെടുകയും. ഇതാണ് റോമ 6:3 പറയണത്. എന്താ പറയണത്? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി കുരിശുകളെ ഏറ്റെടുത്താൽ, ജ്ഞാനസ്ഥാനം സ്വീകരിച്ചാലെന്നല്ലേ റോമ 6:3. പക്ഷേ 12:10 എന്താ? ലൂക്ക 12:10 എന്താണ്? എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ ക്ലേശങ്ങളും ജ്ഞാനസ്ഥാനമാണ്. എല്ലാ ക്ലേശങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താൽ നമ്മൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടും, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടും. ഇതിനകത്ത് ഗലാത്യർ 2:20 ഒരു വചനം വരുന്നുണ്ട്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കൈകൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. അപ്പം ക്ലേശങ്ങളെ ജ്ഞാനസ്ഥാനമാക്കി യേശുവിൻ്റെ നാമത്തിൽ ആ ക്ലേശങ്ങൾ ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കും? ഗലാത്യർ 2:20 സംഭവിക്കും. മനസ്സിലായില്ലേ? ക്ലേശങ്ങളെ ഇപ്പം എനിക്ക് ലൂക്കാ 12:50 എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ട്. യേശുവിൻ്റെ ജ്ഞാനസ്ഥാനം എന്താ? പീലാത്തോസിൻ്റെ കൈ കഴുകൽ, പത്തോസിൻ്റെ തള്ളിപ്പറച്ചിൽ, യുവദാസിൻ്റെ ഒറ്റിക്കൊടുക്കൽ, പട്ടാളക്കാരുടെ പരാക്രമങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടെ ഒരു ജ്ഞാനസ്ഥാനമാണ്, ഘട്ടം ഘട്ടമായിട്ട്. ഇങ്ങനെ ക്രിസ്ത്യാനി നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സങ്കട സാഹചര്യങ്ങളെയും ക്രിസ്തുവിൻ്റെ നാമത്തിലെടുത്താൽ എന്തു പറ്റും? അത് ജ്ഞാനസ്ഥാനമായിട്ട് നമ്മൾ യേശുവിനോട് ഐക്യപ്പെടുത്തും. യേശുവിനോട് ഐക്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഗലാത്യർ 2:20 വർക്കൗട്ട് ചെയ്യും. എന്താ പറയണത്? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനെ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഈ ജീവിതം എന്ത് ജീവിതമാണ്? എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അല്ലാതെ നാട്ടുകാരെയും പാർട്ടിക്കാരെയും ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരെയും അവിടെ വർത്തമാനം വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമല്ല. യേശു ക്രിസ്തുവിനെ ഉദ്ദേശിച്ച് മാത്രമുള്ള ജീവിതമാണ് എൻ്റെ ഐഹിക ജീവിതം. കൈ അടിച്ച് കർത്താൻ പരിശുദ്ധ പരമാദിവ്യകാരണത്തിന്. ഈ ആദ്യം പറഞ്ഞ ചേട്ടായിയുടെ കേസ് കെട്ട് ഈ രീതിയിലാണ് എടുക്കേണ്ടത്. ഈ ചേട്ടായി അനിയനോട് കാലെണ്ണം മേടിക്കണില്ല, ചോദിക്കണില്ല. വൈഫും പറയും അപ്പൻ്റെ മരുന്നിൻ്റെ ദിവസമായി വരുന്നുണ്ട്, 10,600 റുപ്യ ആകുമെന്നൊക്കെ പറയുമ്പോൾ വൈഫ് ഉദ്ദേശിക്കണത് നിങ്ങളെന്തിനാണ് വെറുതെ ഇങ്ങനെ കുത്തിരിക്കണത്, അനിയനോട് ചോദിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ അത് ചേട്ടായി അങ്ങനെ ചോദിക്കുന്ന സ്വഭാവം അല്ലാതുകൊണ്ട് വൈഫ് ഹസ്ബൻഡിന് ആ വിഷയം പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യണില്ല. ഇവർ വിശ്വാസത്തിനൊരു ജീവിതമാണ് ചേട്ടായി. അത് കർത്താവ് നടത്തും എന്നുള്ള ജീവിതം. അതാണ് യേശുക്രിസ്തു വിശ്വസിച്ചു. നിങ്ങളുടെ ജീവിതം, ഐഹിക ജീവിതം കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ അതിൻ്റെ വേണമെങ്കിൽ ഈ അപ്പനെയും അമ്മനെയും ഇവിടെ വെച്ചിട്ട് അപ്പൻ്റെ അമ്മനെയും ജീവനാംശം അനിയനല്ല എടുത്തിരിക്കണത്. വേണമെങ്കിൽ ഒരു നല്ല വക്കീലുണ്ടെന്നുണ്ടെങ്കിൽ ഇക്ഷ ഇണ്ണായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സിനിമ കോൾമടി പറയണ പോലെ അനിയനും അനിയൻ്റെ വൈഫും കൂടി വന്നിട്ട് അതായത് ആ കൊടുത്ത ഓഹരി മൊത്തം തിരിച്ചു പിടിക്കാൻ പറ്റും. കാര്യം മാതാപിതാക്കന്മാർ നോക്കാത്ത കേസ് കെട്ടൊന്നുമില്ലല്ലോ. ജീവനാവശ്യം എടുത്തിരിക്കണമല്ലേ, ഒരു ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി, ചൂട്ടുപോലെ സാധനം വരും. ചേട്ടായി അതിന് റെഡിയല്ല. ചേട്ടാ ചെയ്യണ ശരിയാണോ ഇല്ലയോ എന്നല്ല, ചേട്ടാ വേറെ എന്തോ ലക്ഷ്യം കണ്ട് ജീവിക്കുന്ന ആളാണ്. കോടതിയിൽ നിന്ന് അപ്പൻ്റെ പേരിൽ കേസ് പറഞ്ഞ് മേടിക്കണ പണം കൊണ്ട് ജീവിക്കണില്ല. നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു. ഈ ജീവിതം ഒരു വ്യത്യാസമാണ്. എന്നിപ്പോൾ നിങ്ങൾക്ക് കേസ് കൊടുക്കണമെന്ന് ജോസഫച്ചൻ പറയത്തില്ലേടോ? ഇത് കൃപയാണ്, ഇത് കൃപയാണ്. ക്രിസ്തീയ ജീവിതം ഒരു കൃപയാണ്. നിങ്ങൾ കേസ് കൊടുക്കേണ്ട. ഇതിങ്ങനെ വഞ്ചിക്കാൻ പറ്റിക്കുകയൊക്കെ ചെയ്തിട്ട് ഗോപി വരപ്പിച്ചുള്ള ആൾക്കാർക്കെതിരെ നീതിക്ക് വേണ്ടി പോരാടണമെന്ന് ഞാൻ പറയത്തില്ല. കൃപയുണ്ടെങ്കിൽ യു ക്യാൻ ഡു അതർവൈസ്. അതാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ. നിങ്ങൾക്ക് അത് കൃപ വേണം. ഈ വിഷയത്തിൽ കൃപയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അനീതി ഉണ്ടെങ്കിൽ വൈ കാൺട്ട് യു സഫർ ഇൻജസ്റ്റിസ്? ബൈബിള് ആകപ്പാട് ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലാതെ ലോകത്തിലെ പല പുസ്തകങ്ങളിൽ ബൈബിൾ മാത്രമേ നമ്മൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്. വൈ കാൺട്ട് യു സഫർ ഇൻജസ്റ്റിസ്? നിങ്ങൾക്ക് എന്തുകൊണ്ട് അനീതി സഹിച്ചുകൂടാ? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജാതി കോടതിയിലാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കർത്താവിനെ അറിഞ്ഞവരാരും ഇല്ലേ? നിങ്ങൾ കർത്താവിനെ അറിഞ്ഞവരാരും ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്കതിനുള്ള കൃപയുണ്ടെങ്കിൽ നിൻ്റെ വൈഫ് അല്ലെങ്കിൽ വീട്ടുകാരെ
നിന്നോട് ചെയ്ത അപരാധങ്ങളെ ആ രീതിയിൽ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോഴേ ജീവിക്കണത് ആഴവരിയായിരിക്കും. അപ്പം നീതിമാനാകും. നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസം വഴി ജീവിക്കും. നീതിമാനെ ദൈവം എൻ്റെ നീതിമാനെന്ന് വിളിച്ച് പറയും ഇടയ്ക്ക്. റോമ 1:17 പറയണത് നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നാണ്. അപ്പം അനിയൻ്റെ അനീതി സഹിക്കണത് ആരാ? ചേട്ടായിയാണ് എന്നെ സഹിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടായി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എടുക്കണവർ കർത്താവിൻ്റെ സന്നിധിയിൽ മിക്കവാറും ഉണ്ടാവണം. അതാണ് സംഭവം. ഇപ്പം നമ്മൾ വലിയ അഡ്മിഷൻ എടുത്തുവേ ചുറ്റും നടന്ന് ബാംഗ്ലൂർ നമ്മുടെ പിള്ളേർ ചെയ്യണ പോലെ ആരെങ്കിലും വിളിച്ച് ബൈക്കിന് പുറകെ കയറ്റിക്കൊണ്ട് ലാബ് ബാഗിൽ പോയിരുന്നുണ്ട് സോറ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എൻജിനീയറിംഗ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന ആൾക്കാരെ കിട്ടുന്ന സമയത്തൊക്കെ കളിക്കൂട്ടുകാരത്തെ വിളിച്ചുകൊണ്ട് ബൈക്കിൻ്റെ പുറകെ ഇരുത്തിക്കൊണ്ട് ലാബ് ബാഗ് പോയി ബിയർ മേടിച്ചുകൊണ്ട് കിടപ്പല്ലേ. എല്ലാവരും അങ്ങനെയാണെന്ന് പറയണില്ല, പക്ഷേ പകുതി പൊക്കാലം അങ്ങനെയാണ്. നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി. മലയാളി പെൺപിള്ളേരെ കൊണ്ട് ആൺപിള്ളേരെ കൊണ്ടാണ് ലാബ് ബാഗ് നിറഞ്ഞിരിക്കുന്നത്. ഒരു 40-50% അങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ പിള്ളേർ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിട്ടു പോകത്തില്ല, ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. നിങ്ങൾ അപ്പനും അമ്മയും നമ്മൾ എപ്പോഴും ബോധത്തായും സ്നേഹമില്ല, തമ്മിൽ തല്ലും അസ്വസ്ഥയും പ്രാർത്ഥന കൊണ്ടൊന്നും കൈകാര്യം ചെയ്യാതെ ലൗകികമായിട്ടൊക്കെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പിടിപാടില്ലാതെ വരും. പക്ഷേ നല്ല വിശ്വാസ ജീവിതം നയിച്ചാൽ എവിടെ പോയാലും കെട്ടിയിട്ട് കൊണ്ടുവരും നമ്മൾ. ചില പെശക അമ്മമാരെ കണ്ടിട്ടുണ്ട്. ഇന്നാളൊരു അമ്മ ഇവിടെ വന്ന്, അപ്പോൾ ജാതി ഞാൻ പറയണില്ല, ക്രിസ്ത്യമല്ലാത്തൊരു ജാതിയിൽ മകൾക്കൊരു പ്രണയം. അപ്പോൾ അമ്മ അറിഞ്ഞ് ഇനി മകളെ ആ ഫോൺ നമ്പർ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. കുറേ ഒരു 3-4 ധ്യാനം, ഒരു 10-50 ജോമാരൊക്കെ ചെല്ലിയേച്ചും പറഞ്ഞു മകളെ ആ ഫോൺ നമ്പർ ഇങ്ങോട്ട് വന്നേ. ഉടനെ ഇവർ വിളിച്ച്, മകനല്ലേ ഇന്നാളല്ലേ, ഇവിടെ മകനെ നീ എൻ്റെ മകളെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞ്, പക്ഷെ അവളെ നീ കിട്ടത്തില്ല. അവളുടെ വിശ്വാസത്തിലും എൻ്റെ വിശ്വാസത്തിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ അൾത്താറിൽ നിന്ന് കിട്ടുന്നവന് മാത്രമേ എൻ്റെ മകളെ ഞാൻ കൊടുക്കത്തുള്ളൂ. അതെന്താണ്? വിശ്വാസ പ്രഖ്യാപനമാണ്. ഇവർ തമ്മിൽ അണ്ടർക്കണ്ട് ഭയങ്കര പണ്ടാറ ലൈനാണ്. പക്ഷെ അമ്മ തീരുമാനിക്കും നീ കെട്ടത്തില്ല. അതെന്താണ്? കർത്താവിൻ്റെ അധികാരത്തിൽ പറയുകയാണ്. അല്ലാതെ ഈ മകളോട് ഒരു മകളെ നമ്മുടെ വിശ്വാസത്തിൽ പോകേണ്ടി മോളെ ഇങ്ങനെ ചെയ്താൽ ശരിയാകും, അപ്പൻ ചാകും, ഞാനപ്പം ഇപ്പോൾ അമ്മ ചാകും എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ഇങ്ങനെ പുളുള്ള ഡയലോഗൊന്നും അടിക്കത്തില്ല. നീ അവളെ കെട്ടത്തില്ല. കാര്യം എൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ അവളെ ജനിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ വിശ്വാസം ജീവിക്കേണ്ട ദൈവത്തിൻ്റെ വിശ്വാസം അത്താറ് എന്ന് കല്യാണം അവളെ സ്വീകരിക്കാൻ പറ്റുന്നത് മാത്രമേ അവളെ കെട്ടത്തുള്ളൂ. അവളെ കെട്ടത്തുള്ളതെന്നാണ് പറയണതേ. അപ്പോൾ അവൻ പറയും ഞങ്ങൾ അങ്ങനെ അടുത്ത് പോയി ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് ഇവർക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഇവരുടെ കൺസെൻറ്റിലല്ല അവർ സംസാരിക്കണത്, വിശ്വാസത്തിലാണ് സംസാരിക്കുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ സാധനം ഓട്ടോമാറ്റിക്കലി അടന്നു പോവുകയാണ്. അതായത് വിശ്വാസം അവളടയ്ക്കുന്നത് ഇവരുടെ കൺസെൻറ്റിലല്ലേ. ചിലർ പറയും ഞങ്ങൾ ബന്ധപ്പെട്ട് പോയി, ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോയെന്നൊക്കെ പറയും. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലേ? ഇപ്പം ഇങ്ങനെ പറഞ്ഞേക്കല്ലേ. ഇപ്പം ഇതിനൊക്കെ 2 ആഴ്ചത്തെ പരിചയം മതി. കെട്ടിയെടുത്ത് റിസോർട്ടിൽ പോയേക്കല്ലേ ഉടനെ. റിസോർട്ടൊക്കെ ഒത്തിരിയുള്ള കാരണം പിന്നെ സുഖമാണ്. റിസോർട്ടുകാർ അടിച്ചു തൂക്കാൻ വന്ന ആൾക്കാർ പറയും എൻ്റെ അച്ഛ മടുത്ത് മനുഷ്യൻ പണ്ടാരം പിടിച്ച് ഈ പ്രാക്കപ്പെട്ട ജോലിയിൽ നിന്ന് രക്ഷപ്പെടാനും നോക്കണം. ഞാൻ പറഞ്ഞു രാവിലെ അടിക്കാൻ മുഴുവൻ കോണ്ടംസാണ് കിടക്കണമെന്ന് വേസ്റ്റ് ബോക്സിൽ. അപ്പോൾ ഇതെല്ലാം ടീനേജേഴ്സ് തൊട്ടുള്ള കച്ചവടവും കൃഷിയും അല്ലേ പരിപാടി. പക്ഷേ ഇവരെയൊക്കെ വിശ്വാസത്തെ വളർത്തണമെങ്കിൽ എന്ത് പാടാ. ഇതുപോലെ അമ്മമാരായിരിക്കണം. കാര്യം കർത്താവുമായിട്ട് പിടി വേണം. എൻ്റെ കർത്താവ് അനുവദിക്കാൻ നീ ചരിക്കത്തില്ല. കാര്യം എൻ്റെ രക്തത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുണ്ടാക്കിയതാണ് നിന്നെ. ഈ വിശ്വാസത്തിലാണ് എൻ്റെ മകളെ നീ കല്യാണം കഴിക്കത്തില്ല. അവളുടെ വിശ്വാസം സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ആ വിശ്വാസത്തിലാണ് കർത്താവിന് അൾത്താറ് വെച്ച് ഞാൻ അവളെ കൊടുക്കൂ. അത് ഇവളോട് ചോദിച്ചില്ല മകളെ ഞാനിങ്ങനെ പറയാൻ പോകുകയാണ്, നീ മാറിയേക്കണം കേട്ടാ, അല്ലെങ്കിൽ അപ്പ ചത്തുപോകും, അമ്മ ചത്തുപോകും. ഇങ്ങനെയുള്ള പുളു ഡയലോഗൊന്നും അടിക്കത്തില്ല. ദാർഢ്യത്തോടെ സംസാരിക്കും. എന്താ? നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു. ഇതൊരു റെലവാണ്. ഓരോ പ്രോജക്റ്റ് തരുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണം. വിശ്വാസം. കാര്യം നമ്മൾ ജീവിക്കണ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് 10:36 ഹെബ്രായ ലേഖനം എൻ്റെ നീതിമാനായി കഴിഞ്ഞാൽ പിന്നെ ദൈവം പറയും എൻ്റെ നീതിമാനെന്ന് പറയും. എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വഴി നടത്തലുകൾ അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന ആൾക്കാരാണ്
ചില സമയത്ത് ഇപ്പോൾ ചേട്ടായി ആരാണ്? ചേട്ടായി ദൈവത്തിൻ്റെ നീതിമാനാണ്. അവനെങ്ങനെ ജീവിക്കണത്? വിശ്വാസം മൂലം ജീവിക്കാം, വിശ്വാസം മൂലം ജീവിക്കും. ഇപ്പം നമ്മുടെ മകൾ പറയും, അമ്മ ഇത് നിങ്ങൾ ഈ അപ്പനെയും അമ്മേനും നോക്കണ കാര്യം ശരിയാണ്, പക്ഷേ എൻ്റെ മകളെങ്ങാനും പിറന്നിറന്ന് നിന്ന് പോയാലുണ്ടല്ലോ, അന്ന് എൻ്റെ തനി നിറം നിങ്ങളറിയും. സംഭവം ശരി. അപ്പന് ക്യാൻസർ, അവരെ കൊണ്ട് ആശുപത്രിയിലാക്കി വരുമ്പോൾ ഈ മകളുടെ സ്ത്രീധനത്തിനുള്ള കാശ് എടുത്തിട്ടാണ് ക്യാൻസറുള്ള അപ്പന് RC കൊണ്ടുപോയി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴീ കാശെല്ലാം ഇങ്ങനെ പോണ കാണുമ്പോൾ മകൾ പറയും, പിന്നെ എന്ത് കണ്ടുകൊണ്ടാണ് അപ്പ ഈ പണി കാണിക്കണത്? പിന്നെ എനിക്ക് എൻ്റെ തീരുമാനം എടുക്കേണ്ടി വരരുത് കേട്ടാന്ന് പറയും. എന്നുവെച്ചാൽ അവൾ കണ്ടതിന് പിറകെ വിളിച്ച് പോകുന്നതാണ് അവൾ പറയണത്. അത് കേട്ട അമ്മ എന്ത് പ്രാന്തി പിടിച്ച് പറയും, പിന്നെ നിങ്ങൾ മകളുടെ ജീവിതം വെച്ചാൽ കളിക്കണം കേട്ടാ, അവസാനം എൻ്റെ തരിനിറ അടുപ്പിക്കരുത്. ഇവർ വാക്കത്തി എടുത്തിട്ട് സീരിയലിൽ നായിക എന്നാണ് പറയണത്. അവർ ഇങ്ങനെയല്ല ക്രിസ്തീയ ജീവിതം. ഇന്നാളൊരു സാക്ഷ്യം ഞാൻ കേട്ട്, കല്യാണം ഉറച്ച് അത് വയസ്സ് ഭയങ്കര കൂടുതലാണ്, 10-30 വയസ്സുള്ള കൊച്ചാ. ഇവിടെ വന്ന് പ്രാർത്ഥന കൂടി കഴിഞ്ഞപ്പോൾ ഇപ്പം ഇത്രയും നാളായിട്ട് ഇപ്പം ഇവളുടെ സൗന്ദര്യം അല്പം ഫെയ്ഡാകാൻ തുടങ്ങിയിട്ടുണ്ട്, അല്പം ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഉത്കണ്ഠയുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇനിയും വരുമ്പോൾ ആരും കെട്ടുകിടങ്കിൽ സ്ത്രീധനം കൂടിക്കൂടി വരും. അപ്പോൾ എന്നാ പറ്റി? എൻ്റെ നീതിമാൻ വിശ്വാസം പോലല്ലേ ജീവിക്കണത്. ആ സാക്ഷ്യം കേട്ടതൊക്കെ ഞെട്ടിപ്പോകും. അതായത് 5 പൈസ കൊടുക്കാതെ അവർ ഉദ്ദേശിച്ചതിനേക്കാൾ ബെസ്റ്റ് ആളെ ദൈവം കൊടുക്കും. ദൈവം പണ്ടുപോലെ തരുവേ, ദൈവം തന്നെ തരുമെന്ന് പറയണില്ലേ, അതൊരു പ്രോമിസാണ്. ദൈവം ആരെങ്കിലും വഴി തരുമെന്നല്ല പറയണത്, ദൈവം തന്നെ തരും. ബൈബിളിലെ ചില വാക്കൊക്കെ വല്ലാത്ത പെശക് വാക്കാണ്. ഉൽപ്പത്തി 22:8 ദൈവം തന്നെ തരും. മർക്കോസ് 5:28 വിശ്വസിക്കുക മാത്രം ചെയ്യുക. തമ്മിലാണ് കണക്ഷൻ. ദൈവം തന്നെ തരും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതായത് ഇത് ഇൻ്റർലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കോടിക്കണക്കിന് രൂപ കടമുണ്ട്. അപ്പോൾ അവർക്കൊരു വാതിലാണ്, അച്ഛാ വായ്പ മേടിക്കാൻ ഇനി നാട്ടിലില്ല. ഞാൻ തന്നെ വീട്ടിൽ നിന്ന് വെളുപ്പിന് എഴുന്നേറ്റ് പോകുന്നതാണ്. കടക്കാർ വളയണ കാരണം 6 മണിയാകുമ്പോൾ കടക്കാരെല്ലാം കൂടി വളയും. അത് കാരണം ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് കൊണ്ടുപോയിടും. രാത്രി 11 മണിക്ക് വരത്തുള്ളൂ. അപ്പോൾ 11 മണിക്ക് വരുമ്പോഴും അച്ഛാ കടക്കാർ ചില ആൾക്കാരവിടെ പോകാതെ കുത്തിയിരിക്കും. പിന്നെ അവിടെ കുറേ തന്തക്ക് വിളിയൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യാം, പിള്ളേർക്ക് വേണ്ടി മേടിച്ചതാണ്, പഠിപ്പിക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ പിന്നെ ഞാൻ പട്ടാങ്ങിയൊക്കെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വഴിപ്പശയിലാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മൾ കേസ് എടുക്കും. എന്താ കാര്യം? ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. ഇവിടെ ആളിരിക്കുന്നുണ്ട്, ദൈവത്തോട് മേടിച്ച് തരാൻ പറ്റിയ ആൾ. ഞാനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വസിക്കുക മാത്രം ചെയ്യാൻ പറഞ്ഞില്ല ഈശോ, വേറെ ഒന്നും നോക്കണ്ടെന്ന്. ഈ വിശ്വാസ നിലവാരം അങ്ങ് വർദ്ധിപ്പിക്കണം. കാര്യം വിശ്വാസ നിലവാരം വർദ്ധിപ്പിച്ചാൽ അവിടെ റീസൺ വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ എവിടുന്ന് തരും? ബാങ്ക് തരും. ബാങ്കുകാരൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ലോൺ എടുക്കാൻ നമ്മുടെ പ്രമാണമില്ലല്ലോ. ഉള്ള പ്രമാണമാണെങ്കിൽ കുടുംബത്തെ തറവാട്ടിലാണല്ലോ, അത് ഒപ്പിടാൻ വേണ്ടി 10 പേര് വരേണ്ടി വരുമല്ലോ. 6 പേര് വന്നാലും അനിയത്തിയുടെ ഇളയ പെങ്ങളുടെ മകൾ വന്ന് ഒപ്പിടത്തില്ല. അവൾ ചുണ്ടിയാ, അവൾ വേറെ ജാതിക്കാരോടെ കെട്ടി രജിസ്റ്റർ ചെയ്താൽ കണ്ട് പോയി താമസിക്കുകയാണ്. അവൾക്ക് എല്ലാവരും പുച്ഛമാണ്, അവൾ വരത്തില്ല. പിന്നെ എങ്ങനെ ബാങ്ക് ലോൺ കിട്ടും? ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിരിക്കും. വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. ഈ പ്രശ്നത്തിലേക്കൊന്നും നമ്മൾ ഇടപെടത്തില്ല. എന്താ കാര്യം? കർത്താവിന് ഒരു പുതിയ കാര്യം ഞാൻ നിനക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ ബൈബിള്. ബൈബിൾ എന്ന് പറയുന്നത് എന്താണ്? വാഗ്ദാനങ്ങളാണ്. വാക്കിൻ്റെ ദാനം. ഈ വാഗ്ദാനങ്ങളിലെ ആരാണ്? ദൈവം എപ്പോഴും വിശ്വസ്തനായിരിക്കും. പക്ഷെ നമ്മൾ വിശ്വസ്തനായിരിക്കണം. കാര്യം എൻ്റെ കർത്താവിന് എനിക്ക് വേണ്ടി മാത്രം ഒരു പഴുതുണ്ട്. ഞാൻ ഈശോയുടെ മുഖത്തൊക്കെ പറയുവേ, കർത്താവേ നിന്നെ വിളിക്കണത് എന്താണ്? പരിഹാരം അല്ലേ? പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ തൻ്റെ രക്തത്തിൽ കുരുത്ത് പുതുതായിട്ട് വരാൻ പോണ പുതിയ തലമുറയെ ഓർത്തുകൊണ്ട് അവൻ ദീർഘായുസ് പ്രാപിക്കുമെന്ന് ഐസയ്യാ പറഞ്ഞിട്ടുണ്ട് 53 ഇല്ലേ? അപ്പോൾ അവനാരാണ്? പരിഹാരമാണ്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറയണതേ, കർത്താവേ പാപത്തിന് വരെ പരിഹാരം ഉണ്ടെങ്കിൽ എൻ്റെ ജപ്തി നടപടിയും കടവും ക്യാൻസറും എല്ലാം പാപത്തിൻ്റെ താഴെയാണ്.
അതിന് നിൻ്റെ കൈ പരിഹാരമുണ്ട്. കൈ അടിച്ച് കിടത്താണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് 2 ഗൂഢവാക്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടു. ഇന്നലെ എന്താ പറഞ്ഞത്? കൃപയ്ക്ക് വേണ്ടി കൃപ ലഭിക്കാൻ. ഇപ്പോൾ 14-17 യോഹന്നാൻ്റെ സുവിശേഷം. ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല, സാധ്യത. അപ്പം കൃപ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിലുള്ള ലോകാരൂപി ഉണ്ടെങ്കിൽ, ലോകാരൂപി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ദുഷ്ടാരൂപിയാകും. ടൈഫോയിഡ് കഴിഞ്ഞാൽ പിന്നെയും അണുബാധ ഉണ്ടെങ്കിൽ അത് ന്യൂമോണിയയായി വരും. അതുപോലെയാണ് ലോകാരൂപി. എല്ലാ ലോകാരൂപിക്കും ഉള്ള പൊട്ടൻസി. ലോകാരൂപി എന്നൊരിക്കലും ദൈവാരൂപി ഉണ്ടാകത്തില്ല. ലോകാരൂപിയിൽ നിന്ന് ദുഷ്ടാരൂപി ഉണ്ടാകും. കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, നശിപ്പിക്കുന്ന സാധനം. അതുകൊണ്ട് ഈശോ പറഞ്ഞ കൃപ ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ബലങ്ങളാണല്ലോ കൃപയായിട്ട് വരണത്. കൃപ ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഫലങ്ങളുമാണ് കൃപയും കൃപയുടെ ഫലങ്ങളും. അപ്പോൾ ഇത് ലഭിക്കണമെങ്കിൽ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ എന്ത് വരുന്നതാണ്? ലോകത്തിന് പറ്റത്തില്ല. അതാണ് 14 യോഹന്നാൻ 17. അപ്പോൾ ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, കൃപയെ സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ലോകാരൂപിയെ നയിക്കപ്പെടുന്നത് എങ്ങനെ മനസ്സിലാക്കുമെന്നുള്ളതാണ് ഇന്നലെ കണ്ടുപിടിച്ചത്. ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ചില വിമാനങ്ങൾ റഡാറിൽ പിടിക്കത്തില്ലല്ലോ. അപ്പാച്ചി ഹെലികോപ്റ്റർ വന്നിട്ട് അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ഒരേ റഡാറിലും പിടിച്ചില്ലല്ലോ. അപ്പം ചില റഡാറിനെ പിടിക്കത്തില്ല. 1967 ഇസ്രയേൽ ഗൾഫ് യുദ്ധം വന്നപ്പോൾ ഇസ്രയേലിൻ്റെ ഒറ്റ വിമാനങ്ങൾ, ഒരു വിമാനം ഒഴിച്ച് മറ്റൊരു വിമാനങ്ങളെ ഇറാഖിൻ്റെയോ സൗദി അറേബ്യയുടെയോ സിറിയയുടെയോ ജോർദാൻ്റെ റഡാറിൽ പിടിച്ചില്ല. റഡാറിന് പിടിക്കുന്നതിനേക്കുള്ള റേഞ്ച് താത്തിയാണ് അവർ പറഞ്ഞത്. അത് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ചില സമയത്ത് ചില ലോകാരൂപിയെ പിടിക്കാൻ ചില സമയത്ത് ചില കൗൺസിലിങ്ങൊന്നും പറ്റത്തില്ല. അതാണ് ഇന്നലെ ഈശോ പറഞ്ഞത്, നോ കൗൺസിലിംഗ് ബട്ട് ക്ലാഷ്. നീയുമായിട്ട് എന്ത് വിഷയത്തിൽ ഉരസുന്നു അതാണ് ലോകാരൂപി. ഏത് വിഷയത്തിലാണ് നീ ഉരസണത് അതാണ് നിന്നിലുള്ള. ഇപ്പോൾ അമ്മച്ചീനെ കണ്ടില്ലേ, പ്രായമുള്ള അമ്മച്ചി വീട്ടിൽ പോയി കാപ്പിയെടുത്ത കാര്യം ഇല്ലേ, അവരെത്ര ധ്യാനം കൂടിയെങ്കിലും മരുമകൾ അവരെ അവോയ്ഡ് ചെയ്യണ പോലെയാണ് തോന്നിയത്. അവോയ്ഡെന്ന് ഇപ്പോൾ ചിലയോ നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്തെന്നൊക്കെ പറയത്തില്ലേ. ഇപ്പം ഫേസ്ബുക്കിലും അല്ലാത്തതൊക്കെ ടീനേജേഴ്സ് ഇവിടെ പൊതുവെ ഉപയോഗിക്കുന്ന വാക്കാണ് അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് തേപ്പുകാർ ഉപയോഗിക്കുന്ന വാക്കാണ് അവോയ്ഡ്. അതായത് അവോയ്ഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും. അത് ഈ ടീനേജേഴ്സിൻ്റെ 20 വയസ്സ് 22 വയസ്സുകാരുള്ള സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് അവോയ്ഡ്. പക്ഷെ മുതിർന്നാലും നമ്മൾ അവോയ്ഡ് നോക്കാൻ അനുഭവപ്പെടും. ആരോ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളവർക്ക് ആരാണ് പ്രതി? ഇതിൻ്റെ അകത്ത് ആധ്യാത്മിക ശാസ്ത്രം അനുസരിച്ച് അവോയ്ഡ് ചെയ്യുന്നവരാണോ ചെയ്യപ്പെട്ടവരാണോ പ്രതി? അവോയ്ഡ് ചെയ്തെന്ന് പറയണവരാണ് പ്രതി ആത്മീയ ശാസ്ത്രത്തിലെ. എന്താ കാരണം? ഇവരുടെ ഈഗോയാണ് ആ സംഭവം. ഇവരിൽ ഈഗോ ഉണ്ട്. ഇവർ താൻ തന്നെ ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ ഉള്ളവർ, അവരെക്കുറിച്ച് അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അതിനെ മറ്റുള്ളവർ ചില സമയത്ത് മാനിക്കാതെ വരുമ്പോൾ ഇവർ പറയുന്ന വാക്കാണ് അവോയ്ഡ് ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയോ ഒരു ലോകാരൂപിയുടെ ഒരു മണമുണ്ട്. ആരെങ്കിലും അവോയ്ഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളെ ഒരു കല്യാണത്തിന് വിളിച്ചില്ല, അപ്പോൾ സാധാരണഗതിയിൽ പറയാം, എല്ലാ പട്ടിക്കും ഒരു ദിവസം ഉണ്ടാവും, നമ്മുടെ പുളിച്ചയും പൂക്കും. ഇതാണ് ലോകാരൂപിയുള്ള ആൾക്കാർ സാധാരണ പറയുന്ന മലയാളം ഡയലോഗ്. ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടാവും, നമ്മുടെ പുളിച്ചയും പൂക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകാരൂപിയാണ്. നമ്മളിങ്ങനൊന്നും പറയണില്ല. കർത്താവ് ഈ ലോകാരൂപി അതിശക്തമായി വന്നാൽ എന്താവും? അത് ദുഷ്ടാരൂപിയാവും. ദുഷ്ടാരൂപിയായി കഴിഞ്ഞാൽ എന്ത് പറ്റും? കൊല്ലുകയും ചെയ്യും, നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ലോകാരൂപി നമുക്ക് ദുഷ്ടാരൂപിയായി. ഇപ്പോൾ കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ടാരൂപിയെ ഈശോ ഒരിക്കൽ കണ്ട്, കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ടാരൂപിയെ ഈശോ ഒരിക്കൽ കണ്ടിട്ട് ആളിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന്, എന്നിട്ട് അപ്പായോട് പറഞ്ഞു, അപ്പ അവരോടൊന്നും പറയരുത്, അവർക്ക് അറിയില്ല ഞാൻ ആരാണെന്ന്. ഞാനും പറഞ്ഞിട്ടില്ല അവരോട്, ഞാൻ ആരാണെന്ന് അവരോട് പറയാൻ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സൂപ്പർ ജീസസ്. അതെവിടെയാണ്? ഒരു കുറവ് ഇറച്ചിയായിട്ട് ഒരു ചാൺ തുണിയുടെ നഗ്നതയിൽ കിടന്നുകൊണ്ട് തൂങ്ങിക്കിടന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ഞാൻ ഓർക്കുവേ, കർത്താവ് ഇവൻ്റെ ഒരു ശിഷ്യനായി കിട്ടിയതിനേക്കാൾ വലിയ എന്ത് ഭാഗ്യമുണ്ടെന്ന്. അത് വല്ലവർക്കും പറയാൻ പറ്റുമോ? മുഹമ്മദ് നബിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ശ്രീ രാമസ്വാമി പരമഹംസന് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു യോഗയുമില്ലാതെ ഒരു തപസ്സുമില്ലാതെ അവൻ പറഞ്ഞത് എന്താ? അതാണ് ദൈവം. ഉടനെ ഇത് കേട്ടിട്ട് ആ റോമൻ ബ്രിഗേഡിയർ പട്ടാളക്കാരൻ അവൻ്റെ ഹെൽമെറ്റ് ഊരി താഴെ വെച്ചിട്ട്, "ഠോലേ, യു ആർ സൺ ഓഫ് ഗോഡ്, സത്യമായും നീ ദൈവപുത്രനാണെന്ന്." അയാൾ പറയണത് ശതാധിപൻ പറയണില്ലേ? അതാണ് സുവിശേഷത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം. മർക്കോസ് വളരെ ആഘോഷമായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യണത്. കാര്യം ഇങ്ങനെ ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റൂ. അതാണ്, അപ്പാ, ഫാദർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം. അപ്പാ ഭൂമി പിളർത്താൻ വേണ്ടിയുള്ള വ്യഗ്രത നിൽക്കുന്ന ഒരു സമയമായിരുന്നത്. അപ്പോഴാണ് പറഞ്ഞത്, അപ്പാ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം. അവരെ മനസ്സിലാക്കപ്പാ, ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, അവരോട് പറയാൻ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതാണ് ജീസസ്. അതാണ് ഞാൻ വന്നിരിക്കുന്നത്, ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അതാണ് ദുഷ്ടാരൂപിയെ കണ്ടപ്പോഴേ ഈശോ പറഞ്ഞത്. അല്ലാതെ നമ്മുടെ പുളിച്ചും പൂക്കും, ഞാനൊന്ന് ഉയർത്തെഴുന്നേറ്റ് വരട്ടെ, നിനക്ക് വെച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞു. അതാ സാധനം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ എല്ലാം കുപ്പയായിട്ട് കരുതണമെന്ന് പറയും, വേസ്റ്റായിട്ട്. ബാക്കിയുള്ള ഇതുപോലെയുള്ള ലോകാരൂപിയുടെ വർത്തമാനങ്ങളില്ലേ, ലോകാരൂപിയുടെ വർത്തമാനങ്ങൾ, ചെയ്തികൾ, മത്സരങ്ങൾ, പ്രതികാരങ്ങളെല്ലാം, അതുണ്ടാക്കുന്ന നേട്ടങ്ങളെല്ലാം ഞാൻ ചുമ്മാ വേസ്റ്റായിട്ട് കരുതണമെന്ന് ആര് പറഞ്ഞതാണ്? പൗലോസ് പറഞ്ഞതാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്നെ സ്വീകരിക്കാൻ വേണ്ടി
എന്നെ വേദനിപ്പിച്ചവരും എന്നെ വേദനിപ്പിച്ചവരും എന്നെ പരാജയപ്പെടുത്തിയവരും എന്നെ നാട്ടിലും വീട്ടിലും ബന്ധുജനങ്ങളുടെ ഇടയിലും എന്നെ അപമാനിച്ചവരെ എന്നെ കൊച്ചാക്കിയവരെ എന്നെ അവോയ്ഡ് ചെയ്തവരെ എന്നെ അവഗണിച്ചവരെ എല്ലാവരെയും കർത്താവേ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ നാമത്തിൽ അവരോട് ക്ഷമിക്കുന്നു കർത്താവേ ദൈവ അരൂപിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ലോക അരൂപിയെ എന്നിൽ നിന്ന് തുടച്ചു മാറ്റണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഈ നിമിഷം ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശു മാത്രം മതി എന്നുള്ള ഒരു ചിന്ത വേണം. ഇപ്പം ഇന്നലെ എന്താ പറഞ്ഞത്? ലോകാരൂപിയെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? കൃപ ലഭിക്കാൻ എന്ത് ചെയ്യണം? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല, അല്ലേ? ഇപ്പം ലോകാരൂപിയെ കൊണ്ട് ലോകാരൂപിയുടെ പ്രവർത്തനങ്ങൾ, ലോകാരൂപിയുടെ നിലപാടുകൾ, ലോകാരൂപിയുടെ സമീപനങ്ങൾ, ലോകാരൂപിയുടെ പ്രതിരോധങ്ങൾ, അതുപോലെ തന്നെ പ്രതികരണങ്ങൾ, ഇങ്ങനെ ലൈഫ് ആസറ്റ്സ് ലോകാരൂപിയാൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാം പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയാൻ. അതാണ് കൊളോസ്യസ് 3, 10, 11, 12. അതാണ് സംഭവം. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയാൻ. സുഗുഡ ഹല്ലേലൂയ. അങ്ങനെ ദൂരെ എറിഞ്ഞിടുകൊണ്ട് മാത്രം സംഭവം മുഴുവനും ആകത്തില്ല. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുക. കൃപ അപ്ലോഡ് ചെയ്യാനുള്ളൊരു മാർഗമാണ്. ഇതുപോലെയുള്ള കൊതിക്കെറിവുകൾ, അവോയ്ഡ്, ഈഗോ, ഇങ്ങനെയുള്ള അതുമൂലം ഉണ്ടാകുന്ന എല്ലാ മത്സരങ്ങൾ, പ്രതികാരങ്ങൾ എല്ലാം പഴയ മനുഷ്യൻ. അവനെ വെറുതെ വിടാൻ പറ്റില്ല. അവൻ്റെ ചെയ്തികളുണ്ട്. അവൻ്റെ ചെയ്തികളോടുകൂടെ കാസ്റ്റ് ഔട്ട്, ദൂരെ എറിയുവേൻ. അടുത്തെങ്ങനെ എറിഞ്ഞേക്കട്ടെ കരുത്, പിന്നെ പോയി എടുക്കാൻ തോന്നും. പൗലോസ് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. എല്ലാവരും എറിയണതിന് കുഴപ്പമൊന്നുമില്ല. ധ്യാനം കൂടുമ്പോൾ എന്നാൽ പൊട്ടെന്ന് പറഞ്ഞ് വലിച്ചിട്ടേക്ക് 5 ദിവസം കഴിയുമ്പോൾ അതിനെ എടുത്ത് പിന്നെ കൊടുക്കും. അതുകൊണ്ടാണ് ദൂരെ എറിയാൻ പറയണത്. 10 കിലോമീറ്റർ അകലക്കളയേണ്ടി വരും ഈ സാധനത്തിന്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ 10 കിലോമീറ്ററെങ്കിലും ദൂരെ കളയാൻ. അടുത്തെങ്ങാനും വിട്ടുവളപ്പി കളഞ്ഞേക്കരുത്. എല്ലാ ധ്യാനം കൂടുമ്പോൾ ആൾക്കാർ പരിശുദ്ധാത്മ സ്വീകരിക്കാൻ വേണ്ടി പഴയ മനുഷ്യനെ കളയും. എവിടെ കളയണത്? വിട്ടുവളപ്പി കളയും. അത് കളയരുത്, ദൂരെ എറിയാൻ പറഞ്ഞിരിക്കുക. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയുവൻ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ലോകാരൂപിയാൽ സ്വരൂപപ്പെടുത്തുന്ന ജഡിക മനുഷ്യനെ ദൂരെ എറിയാൻ അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈശോയെ എന്നെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയുവേൻ. കൊളോസ്യസ് 3:10 സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവേൻ. പ്രൈസ് ദി ലോർഡ്. ആരെ സ്വീകരിക്കാനാണ് പറയണേ? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ ആരുടേതാണ്? ഈശോൻ്റെതല്ലേ? ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നുവെന്ന്, അല്ലേ? ഞാനും പിതാവ് ഒന്നാകുന്നു. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ ആരാ? ഈ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന മനുഷ്യൻ, അല്ലേ? ദൈവമല്ല, ദൈവവും മനുഷ്യനുമല്ല. ദൈവവും മനുഷ്യനാകുമ്പോൾ ഈശോയാവും. ഇത് മനുഷ്യൻ മാത്രമാണ്. ആദ്യമായിട്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ആരാണ്? ദാണ്ടിരിക്കണം ഇവിടെ. അതാ സംഭവം. ഞാൻ ഇങ്ങനെയാണ് പറയാൻ ഇഷ്ടപ്പെടുന്നത്. കാര്യം മനുഷ്യരെന്ന് പറഞ്ഞാൽ ആരാണ്?
ഈശോയാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. കാരണം ഈശോ മനുഷ്യനും ദൈവവുമാണ്. മനുഷ്യനെന്ന് മാത്രം പറഞ്ഞാൽ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ നവീകരിക്കപ്പെടുത്ത പുതിയ മനുഷ്യനാരാണ്? അമ്മയാണ്. പൗലോസ് അമ്മയെ കണ്ടിട്ടില്ല. അതിൻ്റെ കുറവ് പരിശുദ്ധാത്മാവ് നികത്തുകയാണ്. പൗലോസ് പറയാതെ പറഞ്ഞിരിക്കുന്നതെല്ലാം പലതും അമ്മയെക്കുറിച്ചാണ്. അമ്മയെ ആ മനുഷ്യൻ കണ്ടിട്ടില്ല. അമ്മയെ കണ്ടിരുന്നെങ്കിൽ പൗലോസ് കുറച്ചുകൂടി മെച്ചപ്പെട്ടേനും. ഇപ്പം എന്താ അത് കാരണം ചില സ്ഥലത്തൊക്കെ പൗലോസ് പണിതിരിക്കുന്നത് വിശ്വാസ ശാസ്ത്രം പണിതപ്പോഴേ അതിന് മാതൃക വെച്ചിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പിതാവാക്കി വെച്ചിരിക്കുന്നത് ആരെയാണ്? എബ്രാഹത്തിനെയാണ്. എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എബ്രാഹിം അത്ര കണ്ട് വലിയ വിശ്വാസത്തിൻ്റെ മാതൃകയാണെന്ന്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കലഹം ഉണ്ടാകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സക്കറിയ പുരോഹിതനോട് നീ നിൻ്റെ ഭാര്യ ഗർഭം ധരിച്ച് നിനക്കൊരു പുത്രനെ പ്രസവിക്കുന്നു പറഞ്ഞപ്പോൾ പുരോഹിതൻ എന്താ പറഞ്ഞത്? ഞാൻ വയസ്സനാണ്, ഭാര്യ മച്ചിയാണെന്ന് പറഞ്ഞു. പച്ചക്ക് അങ്ങോട്ട് പറഞ്ഞു ചെയ്യും. അപ്പോൾ പറഞ്ഞ് ദാറ്റ്സ് ക്ലിയർ. ബുദ്ധിബോധം ഇല്ലാത്തവൻ പുരോഹിതനായി ഇങ്ങനെ ഇരിക്കും. ഗബ്രിയേൽ പറഞ്ഞ് ഞാനാണെന്ന് നിന്നോട് പറഞ്ഞു തരാം. ഞാനാരാണ്? ദൈവത്തിൻ്റെ സന്നിധി ഗബ്രിയേൽ. അതുകൊണ്ട് യഥാകാലം നിറവേറേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്വഭാവം എന്താ? അത് നിറവേറേണ്ട ഒരു സമയമുണ്ട്. അത് കാത്തിരിക്കാൻ നിനക്ക് പറ്റത്തില്ല. പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കണത്? ഷട്ടപ്പ്, ബാമൂടറ പഹയെന്ന് പറഞ്ഞു. മിണ്ടില്ല പിന്നെ സക്കറിയ. ഗബ്രിയേൽ അടിച്ചു കുത്തി പറഞ്ഞതാ ബാമൂടറാന്ന് പറഞ്ഞു. വളരെ സുന്ദരമായിട്ടാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. നേരെ ചൊവ്വേ പറയുമ്പോൾ വിവരം അറിയും. ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നെ സക്കറിയ വീട്ടിൽ വന്നത്. എലിസബത്തിന് ആകപ്പാടെ പ്രശ്നമായാൽ പോയി. എലിസബത്ത് ദൈവമേ കൊച്ചുമില്ല, മിണ്ടിപ്പറയാൻ ആകപ്പാടെ ഉണ്ടായിരുന്ന അതിയാനിപ്പോൾ ജപ്പ അടിക്കുകയാണ്. യഹോവ എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പോഴാണ് യഹോവ ഗബ്രിയേൽ നോക്കി, വല്ല ചതിയും നിന്നടുത്ത് പറഞ്ഞില്ലേ, പറയാത്ത പണിയില്ലെന്ന് ചെയ്തത്. അപ്പോൾ അപ്പാനെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് തിളക്കും. അത് ഏത് സക്കറിയായാലും ഏത് എവിടുത്തെ പുരോഹിതനായാലും ഞാൻ പണി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഗബ്രിയേൽ അങ്ങനെയുള്ള അത്രയും തീക്ഷ്ണമാണ് അപ്പായോട്. അപ്പോൾ ഗബ്രിയേൽ പറഞ്ഞു, എടാ നിന്നെ എനിക്കറിയാം, പക്ഷെ നീ ഇനി പോണത് സക്കറിയാൻ്റെ അടുത്തല്ല, എൻ്റെ മോളുടെ അടുത്താണ് പോണത്. തോന്നിയ ദിവസം ഞാൻ നിന്നെ അടിച്ചാൽ മോന്ത പൊട്ടിക്കുമെന്ന് പറഞ്ഞു. നീ മര്യാദയ്ക്ക് ചെന്നിട്ട് അവിടെ സ്തുതി പറയണം. എന്നിട്ട് പറയണം, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. വളരെ എളിമയോട് പറയണം. പക്ഷേ ആ സക്കറിയാൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് വരുമ്പോൾ മാലാഖയുടെ സ്റ്റേച്ചർ എല്ലാം മാറുകയാണ്. നല്ല സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടാണ് വിടണത്. അതുകൊണ്ടാണ് വളരെ ഓച്ചാനിച്ച് കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയും. പിന്നെ കുറേ കാര്യങ്ങൾ പറയും. അമ്മ എല്ലാം വിശ്വസിക്കും. പരിശുദ്ധാത്മാവിനെ പാൽപ്പായസം കഴിച്ച പോലെയാകും. ഭയങ്കരമായിട്ട് അമ്മയെ എങ്ങനെ അപ്ലോസ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ പരിശുദ്ധാത്മ പറയും, അപ്പ പറഞ്ഞ എല്ലാം അവളെ വിശ്വസിച്ചല്ല. അവളുടെ ആ വിശ്വാസത്തിന് ഒരു അംഗീകാരം കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അപ്പ പറയും, അവളെ എലിസബത്തിൻ്റെ വീട്ടിലോട്ട് വിളിക്കാമെന്ന് പറയും. അങ്ങനെയാണ് എലിസബത്തിൻ്റെ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ എലിസബത്തിലൂടെ മറഞ്ഞു നിന്ന് പരിശുദ്ധാത്മ പറയും, അപ്പായോട് പറഞ്ഞത് ഞാൻ കേട്ട്, നന്നായിട്ടുണ്ട്. കർത്താവ് നിന്നോട് അളിച്ചത കാര്യങ്ങൾ സക്കറിയാവിനെ പോലല്ല, നിറവേറുമെന്ന് നീ വിശ്വസിച്ചില്ലേ? യു ആർ ബ്ലെസ്ഡ്, നീ ഭാഗ്യവതി എന്ന്. ശ്രുതിയുടെ ഹല്ലേലൂയ. അതാണ് സത്യം. ഇതാണ് വചനം. എന്താണ്? യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അമ്മയുടെ ആ വചനം എല്ലാം വാഗ്ദാനമാണെന്നും അത് നിറവേറാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഈ പറയണതേ. ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ആൻഡ് ഹാൻഡ് മെയ്ഡ് ഉള്ളി എന്ന് പറയും. നിൻ്റെ അടിമപ്പെണ്ണാണ്. കൊല്ലണെ കൊല്ലാപ്പ, തിന്നണെ തിന്നാം. മരുഭൂമി വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കും. എന്നെ കൊണ്ട് അന്റാർട്ടിക്ക കൊണ്ട് വെച്ച് തണുപ്പടിപ്പിച്ച് വാദം പിടിപ്പിച്ചാൽ ഞാൻ അവിടെ ഇരിക്കും. അതാണ് ബിഹോൾഡ് യുവർ ഹാൻഡ് മെയ്ഡ്, നിൻ്റെ അടിമപ്പെണ്ണ്. കൊല്ലണെ കൊല്ല, തിന്നണെ തിന്ന. എന്താ? യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം നിറവേറ്റാൻ വേണ്ടി അപ്പാ
നിൻ്റെ മകളാണ് ഞാൻ, ഏതറ്റം വരെയും പോകുന്നു, ഏത് കുരിശിൻ്റെ ചുവട്ടിലും നിൽക്കുമെന്ന്. സുധിയുടെ ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ഇതാണ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ. ഇതാണ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത പുതിയ മനുഷ്യൻ. ഇയാളെ സ്വീകരിച്ചാൽ പിന്നെ പരാതിയില്ല, ഈ ആളെ സ്വീകരിച്ചാൽ പിന്നെ പരിഭവമില്ല. ഹിസ് കംപ്ലീറ്റ് ഹ്യൂമൻ. അപ്പാ പറഞ്ഞില്ലേ, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. അതാണ് 5:49. അതാണ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട്. എങ്ങനെയാണ് പെർഫെക്റ്റ് ആകണത്? 5:49 അനുസരിച്ചുകൊണ്ട് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5:49 പ്രകാരം ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് കൊളോസ്യൻസ് പറയണത്. കൊളോസ്യൻസ് 3:10 സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്തനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പരിപൂർണനാകണത് സമ്പൂർണമായ ജ്ഞാനം കൊണ്ടാണ്. സമ്പൂർണമായ ജ്ഞാനമാണ് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നൽകുന്നത്. ഈ ആത്മാവിനെ സ്വീകരിക്കാനാണ് നമ്മൾ ലോകാരൂപിയെ ഇപ്പോൾ റോമ 8:14 എന്താ പറയണേ? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അതാണല്ലോ ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവാത്മാ. അപ്പോൾ ലോകത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ സന്തതികൾ. ലോകത്തിൻ്റെ സന്തതികൾക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ഈ ലോകാരൂപിയെ എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് ഈശോ ഇന്നലെ പറഞ്ഞത്. നോ കോൺഫ്ലിക്റ്റ് ബട്ട് ക്ലാഷ്. നിൻ്റെ ജീവിതത്തിൽ വരുന്ന ക്ലാഷുകളെല്ലാം ഒരുപക്ഷെ നീതിയെല്ലാം നിൻ്റെ കയ്യിലായിരിക്കും. ക്ലാഷ് ഉണ്ടാകണം നിൻ്റെ നീതികേട് കൊണ്ടാണെന്ന് നിർബന്ധമില്ല. നീതിയെല്ലാം നിൻ്റെ കയ്യിലായിരിക്കും. അപ്പം നീതി നിൻ്റെ ഒരു ഞെരുക്കം വന്ന് ഞെരുക്കത്തെ നീ എങ്ങനെ കണ്ടു? ഞാൻ ചില സമയത്ത് ഓർക്കുകയും, പണ്ട് ഞാൻ ഡെയിലി ഷേവ് ചെയ്യുമായിരുന്നു. സെമിനാരി പഠിക്കുമ്പോൾ ഡെയിലി ഷേവ് ചെയ്യായിരുന്നു. പിന്നെ മുടിയൊക്കെ ഇങ്ങനെ മുഖം ഇവിടെ തടിച്ച് വെള്ളമൊക്കെ അലർജിയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് തടി വളർത്തിയത്. അവൻ ഡെയിലി ഷേവ് ചെയ്യണ കാലത്ത് സെമിനാരി ജൂബിലി വന്നു. സെമിനാരിയുടെ 100 കൊല്ലത്തെ ജൂബിലി വന്നു മംഗലപ്പുഴ. അപ്പം 100 കൊല്ലം 10-50 കൊല്ലമായിട്ട് അവിടുന്ന് പഠിച്ചു പോയ 5000 കണക്കിന് അച്ഛന്മാരുണ്ട്. അവരെല്ലാം ഗസ്റ്റായിട്ട് സെമിനാരിലോട്ട് ക്ഷണിച്ച്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മുറി ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ അഭയാർത്ഥികളെ പോലെ ആ മുറിയെല്ലാം കെട്ടും കിടക്കയും എടുത്തുകൊണ്ട് കൂടും കുടുക്കയും എടുത്തുകൊണ്ട് വന്ന് പുളിച്ച വീട്ടിൽ താമസിച്ചു. എന്നിട്ട് വരാൻ തപ്പി കിടന്നു. അപ്പോൾ രാവിലെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഷേവ് ചെയ്യണ്ടേ. രാവിലെ ഷേവ് ചെയ്യില്ലേ പിന്നെ മൂടൗട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു അകൃതം പോലെ ഇരിക്കും. അതുകൊണ്ട് ഷേവിങ് സെറ്റ് എടുത്തുകൊണ്ട് എന്ത് ചെയ്ത് 6 മണിയാകാൻ കാത്തിരുന്ന് പെരിയാറ്റിൽ പോയി വെള്ളത്തെ നോക്കി ഷേവ് ചെയ്ത്. ഇന്നത് ഓർക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നും. എന്താ വെച്ചാൽ എങ്ങനെ ഞാനിത് പഠിക്കാതെ ചെയ്തതാണ്. എൻ്റെ കണ്ണാടി പോലും ഇല്ല, പക്ഷേ ജീവിക്കട്ടെ മനുഷ്യന്. അതുകൊണ്ട് രാവിലെ സോപ്പ് പതപ്പിച്ചിട്ട് സൂര്യാജി പോയിട്ട് വെള്ളം അനക്കാതെ നോക്കി ഇങ്ങനെ അടിക്കും. വെള്ളം അനക്കത് അല്ലെങ്കിൽ പഹയന്മാർ വന്ന് പുറകെ വന്ന് ചാടുവേ. കുളിക്കാൻ വന്ന ആൾക്കാർ കുളിക്കേണ്ടി വരുമില്ല. അവർ വന്നാൽ പിന്നെ വെള്ളം ഇളക്കിയാൽ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ മോർച്ചറി ബ്രാൻഡായിട്ടിരിക്കുമോ. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ സാഹചര്യത്തെ നമ്മൾ ഹാപ്പി ആയിട്ട് കൈകാര്യം ചെയ്യണം. ഇപ്പം നമ്മൾ അരി അടപ്പേരിട്ട് കുഞ്ഞാണെങ്കിൽ പനിയായിരുന്നു, അവൻ ഇന്ന് പള്ളിക്കൂടത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അമ്മ കുഞ്ഞു വാ, വൈകുന്നേരം വാ, അമ്മ ചോറ് തരാം, നല്ല കറി വെച്ച് തരാം. അപ്പോൾ അവൻ സന്തോഷം പോയിരിക്കുകയാണ്. അപ്പോൾ അവനെ ഈ മീൻ വെട്ടുമ്പോഴും അവൻ വരുമില്ല എന്നുള്ള ചിന്ത. അവൻ 2-3 ദിവസമായിട്ട് ഭക്ഷ്യാഹാരം കഴിച്ചിട്ടില്ല. അവന് പനിയായിട്ട് വായി രുചിയില്ലായിരിക്കുകയും. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെന്ത് വന്നത്,
ചോറ് കൊടുക്കുന്ന സമയം വന്നപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്ന സമയം അവ വൈകുന്നേരം വരത്തുള്ളൂ. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്ന സമയത്താണ് അനിയത്തിയുടെ മക്കൾ അടപടലാതെ കയറി വന്നിരിക്കുക. അതോടുകൂടി മകനെ നമ്മുടെ മോന്ത തെളിയണില്ല. അപ്പോൾ എന്താ, അവനോട് നമ്മളൊരു ഓഫർ കൊടുത്തിട്ടുണ്ടല്ലോ, അവൻ വരുമ്പോൾ ഇവിടെ ചട്ടിയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു നീരസമോ സങ്കടമോ ഈ സാധനത്തിനെ സ്നേഹം കൊണ്ട് കീഴടക്കണം. കൃപ ഉൽപ്പാദിപ്പിക്കണത് ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള വളരെ നെഗറ്റീവ് സിറ്റുവേഷൻസിനെ വളരെ ക്രിസ്തീയമായിട്ട്, അതുകൊണ്ടാണ് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ പറയുമ്പോൾ ഈ പൗലോസ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് കൃപയിൽ നിറഞ്ഞ ജീവിതം, അഥവാ ജീവിതത്തെ കൃപയിൽ നിറഞ്ഞ എങ്ങനെയാണ് സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണമെന്നാണ് കൊളോസ്യസ് 3:12. അതിനാൽ ഒന്ന് പറഞ്ഞേ, കൊളോസ്യസ് 3:12. അതിനാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും എന്തൊക്കെയാ പറഞ്ഞേ ഓർക്കണ്ട. ദൈവത്തിന്റെ രണ്ടാമത് എന്താ? വാത്സല്യഭാജനം. ഓക്കെ. പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത. ഇവിടെയാണ് പ്രശ്നം. സൗമ്യത വേണ്ട. ഇപ്പം ഈ അനിയത്തിൻ്റെ മക്കളിപ്പോൾ കയറി വന്നില്ലേ, അവർ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവാ? അവർ ഈ ആധാർ കാർഡില്ലേ, അതും നമ്മുടെ മറ്റേ വേറൊരു കാർഡുണ്ടല്ലോ നമ്മളെ, എന്നാ പേരുടെ പാൻ കാർഡ്, അതും കൂടി അത് രണ്ടും കൂടി ഒന്നാക്കാൻ വേണ്ടി എവിടെ അക്ഷയയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പോയി കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് സംഭവം. ഈ 12 മണിക്ക് കയറി വന്നില്ലേ, അക്ഷയയിൽ പോയ പാർട്ടി വഴിയെ പോണ ആൾക്കാരൊക്കെ കൂട്ടിക്കാണ് വന്നിരിക്കണം ഇങ്ങോട്ട്. ഇപ്പം നമുക്ക് എന്ത് തോന്നുന്നു? ശവങ്ങൾ വലിഞ്ഞു കയറി വന്നിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ സ്വാഭാവികം ഉണ്ടാകുന്ന നീരസം അതാണ്. കാരണം നീ പനിയത്തിലെ മകളെ നീ വന്ന സമാധാനം, നീ വഴിയെ പോണവർ എന്തിനെ കൂട്ടിക്കൊണ്ട് വന്ന്. പക്ഷെ നമ്മുടെ മാന്യത അനുസരിച്ച് നമ്മൾ പറയത്തില്ല, പക്ഷേ ഉള്ളിൽ നമുക്ക് നീരസം ഉണ്ടാവും. അതുകൊണ്ടാണ് സൗമ്യത എന്ന് പറയണത്. സൗമ്യത അവിടെ സൗമ്യതയില്ലേ? കൊളോസ്യസ് 3:12 എന്താ പറയണത്? അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിലാണ്, ആ ഒരു റാങ്കിലാണ് എന്തു ചെയ്യണം? നിങ്ങൾ കാരുണ്യം, ദയ. ദയ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? നഷ്ടപ്പെടുന്ന സ്നേഹത്തിനാണ്, അതായത് കൊടുക്കുന്ന സ്നേഹം. നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തി കൊടുക്കുന്ന സ്നേഹത്തിന്, ആ സ്നേഹമാണ് ഈ സാധനമെല്ലാം. ദയ എന്ന് പറയണത്. പിന്നെ എന്താണ്? സൗമ്യത. സൗമ്യത എന്നും പറഞ്ഞൊരു കോമ്പോണൻ്റ് ഇല്ല ശരിക്കും പറഞ്ഞ. സൗമ്യത എന്ന് പറയണത് സ്നേഹം തന്നെയാണ്. അത് സ്നേഹം, സഹിക്കുന്ന സ്നേഹമാകുമ്പോൾ സ്നേഹത്തിൻ്റെ കൂടെ സഹനം ഉണ്ടാകുമല്ലോ. സ്നേഹത്തിൻ്റെ കൂടെ സഹനം. ഇപ്പം നമ്മളൊരു നമ്മുടെ ഒരു രോഗി യൂട്രസ് ഓപ്പറേഷനായിട്ട് നമ്മുടെ നാത്തിന് ആശുപത്രി കിടക്കുകയാണ്. അപ്പം നമ്മളവിടെ പോയി സ്റ്റാൻഡ് ബൈയായിട്ട് നമ്മൾ നിൽക്കുകയാണ്, തുണയായിട്ട് നമ്മൾ നിൽക്കുക. അപ്പോൾ നമ്മൾ ഒരു ദിവസം നിന്ന്, അപ്പോൾ നമ്മുടെ ഇളയനാത്തും പറഞ്ഞ്, ചേച്ചി നിന്നോള്, നാളെ ഞാൻ വരാം. അപ്പം നമ്മൾ കുളിക്കാതെയും തേക്കാതെ അവിടെ നിൽക്കുകയാണ്. ഇവിടെ വരുമല്ല, നമ്മൾ ഗേറ്റിക്ക് നോക്കും, പണ്ടാരം മഞ്ഞില്ല. അവൾ വന്നിട്ടില്ല എന്ന്. നാശം, അകപ്പെട്ടു പോയി. അപ്പോൾ ആരെങ്കിലും മൊബൈൽ വിളിക്കുമ്പോൾ എന്താണ്, അവളാടിയാണ് വരാമെന്ന് പറഞ്ഞിരിക്കണം. അവിടേക്കാളെ അവളുടെ സ്വഭാവം, അവളിങ്ങനെ കാണിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ പെയ്തും പെരുക്കി അവിടെ നിൽക്കും. ഇവിടെ പെയ്തും പെരുക്കി നിൽക്കും. ഇവിടെയാണ് സൗമ്യത വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് ക്ഷമയായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ സിറ്റുവേഷനെ ക്ഷമയായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് സ്നേഹം പ്ലസ് സഹനമാണ് ക്ഷമ. ക്ഷമയെന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇപ്പോൾ ഒരു ഇളയനാത്തും വന്ന് സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞില്ലേ, എവിടെ കാല് വാരിയില്ലേ. അപ്പോൾ നമ്മൾ ആശുപത്രി കയറ്റിയപ്പോൾ അങ്ങോട്ടിങ്ങോട്ടും നടന്നിട്ട് തോന്നിയ വർഷം പറഞ്ഞുകൊണ്ട് മൊബൈലിൽ വിളിച്ച് അവളെ മുഴുവനും പണ്ടാരെ തെറി പറഞ്ഞ് മുടിച്ചോണ്ടിരിക്കണല്ലേ ഈ സാധനത്തിന്. അപ്പം നമ്മൾ നിൽക്കേണ്ടി ഒരു ദിവസം കൂടി എക്സ്ട്രാ നിൽക്കേണ്ടി വരികയാണ്. അപ്പോഴതിന് ക്ഷമ പറയണതാണ്, സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. അപ്പോൾ നാത്തുവിന് തെറി പറഞ്ഞുകൊണ്ട് നിനക്ക് പറയാം. അപ്പോൾ ജഡിക മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ജഡിക മനുഷ്യനാണെങ്കിൽ
അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും, അതാണ് പ്രശ്നം. ജഡിക മനുഷ്യനാണെങ്കിൽ നാട്ടിൽ തെറി പറയാം, അയൽക്കൂട്ടത്തിൽ ദിവസം വിളിച്ച് പറയാം, സ്വയാസത്തിൽ വിളിച്ച് പറയാം, ഇതേ ആ പിള്ളേർ അങ്ങനെ കാണിച്ചെന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ എന്താ, ജഡിക മനുഷ്യൻ അങ്ങനെ പറയാം, കുഴപ്പമില്ല, നിനക്ക് ഈ ലോകം മാത്രമേ ഉള്ളൂ, വണ്ടി അത് കഴിഞ്ഞ് കെട്ടിയെടുത്ത് പോകാമല്ല, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. പക്ഷേ നിത്യത വരെ ഈശോയോട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ എല്ലാവർക്കും ഇതുപോലുള്ള ആൾക്കാർ, ഇപ്പോൾ ഈ പിച്ചിമയും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കൊന്നും അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും, പിന്നെന്താണ്, വാത്സല്യ ഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത. ഇപ്പം ക്ഷമയെന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹം. ഇനി സൗമ്യതയുണ്ട്. എന്താണ്? ഇല്ല ശരിയാകും, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി കാണും, അവിടെ കൊച്ചിന് വല്ല അസുഖം വന്ന് കാണും, അതായിരിക്കും ചിലപ്പോൾ അവൾ വരാത്തത്. അവളങ്ങനെ വരാതിരിക്കുന്ന ആളൊന്നുമില്ല, ചിലപ്പോൾ നാളെ വന്നേക്കും. പ്രത്യാശിക്കും. ഈ പ്രത്യാശിക്കുന്ന സ്നേഹമാണ് ക്ഷമിക്കുന്ന, സഹിക്കുന്ന സ്നേഹം ക്ഷമ. ക്ഷമ പ്ലസ് പ്രത്യാശയാണ് സൗമ്യത. അല്ല, സൗമ്യത നമ്മൾ സാധനമില്ല. നിങ്ങൾ പറയുന്ന സൗമ്യതയിന് ആൾക്കാർ നല്ല സൗമ്യനായ മനുഷ്യൻ, അത് വെജിറ്റബിൾ ഗാന്ധിയുടെ സംഭവമാണ്. അതും പരിശുദ്ധാത്മയോട് ബന്ധമില്ല. ഗാന്ധി ക്ഷമിക്കുന്ന ആളല്ല, ഞാൻ നല്ല സൗമ്യതയുള്ള ആൾ. ബൈ നേച്ചർ ബ്രാഹ്മണം ക്യാബേജൊക്കെ കഴിച്ച് പച്ചക്കറിയൊക്കെ കഴിച്ച് ആടിനെ പോലെ ഇരിക്കണതാണ്. ആ ആടിൻ്റെ ക്ഷമ അല്ല ഈ സാധനം, ഇത് കരടിയുടെ ക്ഷമയാണ്. ക്രിസ്ത്യൻ ക്ഷമയെന്ന് പറയുന്നത് കരടിയുടെ മുഖത്തിൻ്റെ ക്ഷമയാണ്. അടിക്കാൻ ഒതുക്കാൻ അറിയാം, പക്ഷേ കർത്താവിനെ പ്രതി സ്നേഹിക്കുന്നു. ഗാന്ധിയുടെ ക്ഷമയെന്ന് പറയുമ്പോൾ അത് ക്യാബേജ് ക്ഷമയാണ്. പച്ചക്കറിയും ആടൻപാലൊക്കെ കഴിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് രക്തമൊന്നും അധികം ചൂടാകത്തില്ല, തണുത്തിരിക്കുക, ആരുടെ വേണമെങ്കിൽ ക്ഷമിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് ആടിൻ്റെ ക്ഷമ. ക്രിസ്ത്യാനിയുടെ ക്ഷമ കരടിയുടെ ക്ഷമ. അടിച്ചൊതുക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ ഈ ആളെ ഓർത്തിട്ട് എന്താ സംഭവിക്കുന്നത്? അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. എല്ലാത്തിൻ്റെയും ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താ? ആളാണ്. അതാണ്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുവിൻ. സർവോപരി, ഇതെവിടെയാ പ്രശ്നം? സർവോപരി ഒന്ന് വായിച്ചേ, 14 സർവോപരി എല്ലാത്തിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. അപ്പം മനസ്സിലായില്ലേ? എല്ലാത്തിനെയും കൂട്ടിയിണക്കണം. പല പാരവെപ്പുകാരുണ്ട്, സൂചിവെപ്പുകാരുണ്ട്. ചില ആൾക്കാർ ഇപ്പം സെമയിലൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. കാര്യം നല്ല തടിയന്മാരൊക്കെ വന്നിട്ട് ആദ്യത്തെ അവരെല്ലാം കോരിട്ട് തിന്നിട്ട് പോകും. കുറേ കാലം കൊണ്ട് അവരൊക്കെ ശരിപ്പെട്ട് വീട്ടിൽ നിന്ന് തന്നെയല്ലേ, കുറേ കാലം കൊണ്ട് ശരിയായി വരത്തുള്ളൂ. പക്ഷേ അങ്ങനെ ഉള്ളവരുണ്ടാവും. പിന്നെ നമ്മുടെ കൂടെ ഇവിടെയൊക്കെ വരും, പക്ഷേ 5 പൈസ ബസ് ഫെയർ പോലും എടുക്കത്തില്ല, അടുത്ത കൈക്ക് ഉപ്പിതൊക്കെ എടുക്കത്തില്ല. അങ്ങനെയുള്ള 6 പിശുക്കന്മാരും ഉണ്ടാവും. 6 പിശുക്കന്മാരും ഉണ്ടാവും. 10 ചോദിച്ചാൽ 20 കൊടുക്കണ ധാരാളികളും ഉണ്ടാവും. ഇതിനെ എല്ലാത്തിനെയും അവരെല്ലാം നന്നായിട്ട് അവരെ സ്നേഹിക്കാൻ വിചാരിക്കരുത്. അവരുടെയൊക്കെ പരിമിതികളുണ്ടല്ലോ, അവരെല്ലാം ശരിയായിട്ട് നമ്മളെ പൊട്ടപ്പാട്ടിയോ നമ്മളില്ല, മണ്ണഞ്ചേരി വഴിക്ക് മാമായില്ലെന്ന് പറയും. അങ്ങനെ പറയും. അതായത് അയാളോട് അടുക്കാൻ കൊള്ളതെന്ന്. അങ്ങനെയല്ലേ, പരിപൂർണ്ണ സ്നേഹം വരുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാത്തിനെയും കൂട്ടി ഇണക്കണം. അതാണ് സംഭവം. അതിന് നല്ല അഭിഷേകം കിട്ടണം. അഭിഷേകമാണത്. എല്ലാവരോടും അവർക്ക് പരിമിതികളുണ്ടാകും. അത് ചിലപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിട്ടുള്ള അതെല്ലാം മാറ്റിയിട്ട് ഇപ്പം കടലിലെ തിര, ഒരുത്തൻ കടലിൻ്റെ വാതിക്കപ്പോൾ നിൽക്കുക, എണ്ണയും തേച്ച്, എന്നാടാ കുളിക്കാൻ, ശരി കുളിക്കും എന്നും പറഞ്ഞ് അയാൾ പരിചയക്കാരനാണ്. അയാൾ ചന്തക്കടലിൽ മീൻ മേടിക്കാൻ പോയി, അവിടെ വെള്ളം എടുക്കാനൊക്കെ താമസിച്ച് അയാൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോഴും അയാളവിടെ ഉണ്ട്. എന്നാടാ കുളിച്ചില്ലേ? കുളിക്കണം കരട്ടെ. അപ്പോൾ നിൽക്കണം, രാവിലെ നിൽക്കണം, എണ്ണയും തെച്ച് കടലിട്ട് നോക്കി നിൽക്കണേ. യവൻ വൈകുന്നേരം തിരിച്ച് വന്ന്, എടാ പഹയാ നീ ഇപ്പോഴും കുളിച്ചില്ലേ? കുളിക്കണം, തിര ഒന്ന് ഒടുങ്ങിത്ത് കുളിക്കാൻ കുളിക്കണം. എന്താ പ്രശ്നം?
കടലത്തെര ഒഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റുമോ? ഈ മനുഷ്യന്മാരെല്ലാം നന്നായിട്ട് നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുമോ? അവരൊരായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാത്തിനും കൂട്ടി കിടക്കണം നമ്മൾ. അത് ചുമ്മാ എടുക്കാൻ പറ്റത്തില്ല. ബൈബിൾ പറയണത് എല്ലാത്തിനെയും കൂട്ടിക്കിടക്കുന്ന സ്നേഹം യു ട്രെയിൻ യുവർ സെൽഫ്, നിങ്ങളത് പരിശീലിക്കണമെന്ന്. അങ്ങനെ ഓരോ ട്രെയിനിങ് മാസ്റ്റർ ഇങ്ങനെ ഓരോ ട്രെയിനിങ് തരും. ഇളയ നാത്തിനെ പോലെ മൂത്ത നാത്തൻ ഇരിക്കത്തില്ല, മൂത്ത നാത്തിനെ പോലെ അരികത്ത് ഇരിക്കത്തില്ല. എല്ലാം ഓരോരോ ഓരോരോ മുകളിലുണ്ടായിരിക്കുന്നതാണ്. അവരവരുടെ നിലവാരമൊന്നും വിട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു കല്യാണത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കളാണെങ്കിൽ സഹായിച്ചു കൊടുക്കും. ചില ആൾക്കാർ സഹായിക്കത്തില്ല. ചിലക്ക് അപ്പം തന്നെ ബ്യൂട്ടി പാർലറിൽ കയറി ഇരിക്കും. ഇത് എവിടെ നിന്ന് മേടിച്ചതാണ്, എന്ത് പാക്കാണിത്, ഡയമണ്ടാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പുറത്ത് മുളകരിഞ്ഞും സവാള അരിഞ്ഞൊക്കെ മൂക്കും മുഞ്ഞൊക്കെ പോയി അവിടെ ചില ആൾക്കാർ പ്രാകൃത വേഷം പിടിച്ചിട്ടുണ്ട്. അവർ കുളിച്ചിട്ട് വേണം ഇതിന് തിരിച്ച് ഇവിടെ മധുരം കിള്ളാൻ വരാൻ. ഇവരെക്കാൾ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ പെണ്ണിൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ മുറിയുടെ അകത്ത് കയറി ഇരിക്കുകയാണ്, ബ്യൂട്ടീഷ്യൻ്റെ കൂടെ വലിയ സോറായും കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടി വാഴ ഒന്ന് സഹായിക്കടി, ഇങ്ങനെയുള്ള സാധനത്തിനെ കൂടണം. അവിടെ പുച്ഛം കാണിക്കാൻ പറ്റത്തില്ല. അവരിന് കുറച്ച് കാലം കൊണ്ട് ചിലപ്പോൾ ശരിയായി വരത്തുള്ളൂ. പക്ഷെ ഇതിനെല്ലാം ഡിഗ്രീസ് ഉണ്ട്. ഇവരെല്ലാം നന്നായിട്ട് കടലിലെ വെള്ളം ഈ തിര മുഴുവൻ ഒതുങ്ങിയിട്ട് കുടിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാത്തിനും ഉൾക്കൊണ്ടുകൊണ്ട് സൗമ്യതയോടെ നിങ്ങളോട് വന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും പരിഭവമോ പ്രയാസങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് വന്ന് നാത്തനെ ഇടോ, എവിടെ ചേച്ചി ഇടോ, ആൻറ്റി ഇടോ, ഇങ്ങനെയുണ്ടോ, അങ്ങനെ സംഭവിച്ചിടോ, ഇങ്ങനെ പറഞ്ഞിടോ, എന്താണ് ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ ചോദിക്കണം. നമ്മളുടെ ഒരു നിപ്പും നിലയ മാതാവിനെ പോലെയുള്ള ഈ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കുന്ന പുതിയ മനുഷ്യനില്ലേ, ഇവരെ സ്വീകരിച്ചിട്ടുള്ള ജീവിത പുരോക്രമീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിലനിൽക്കത്തുള്ളൂ. പരിശുദ്ധം കിട്ടിയാൽ പോരല്ല, നിലനിൽക്കണ്ടേ. അത് ജീവിത ക്രമീകരണത്തിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് നിർവീര്യമായി പോകും. നിങ്ങൾക്കിപ്പോൾ പരിശുദ്ധാത്മാവിനെയും കൃപയും കിട്ടും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൊടുക്കവാങ്ങലുകളെല്ലാം കറക്റ്റായില്ലെങ്കിൽ ഇത് നിർവീര്യമായി പോകും. അതുകൊണ്ട് ബൈബിൾ വളരെ കാർക്കശ്യമായിട്ട് പറയും, കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ വിലയായിട്ട് ആത്മാവ് നിനക്ക് തരണത്, നീയായിട്ടത് നിർവീര്യമാക്കരുത്. 1 തെസ്സലോണിയ 5:19 ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ച് നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ? 1 തെസ്സലോനിക്കർ 5:19 ഇത് കൃപ കിട്ടിയ നിർവീര്യമായി പോകും. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിലേ എന്തുകൊണ്ടാണ് നിർവീര്യമാകണമെന്നറിയാവോ? പരിശുദ്ധാത്മാവ് ഒരേ സമയം തന്നെ വ്യക്തിയും ഒരേ സമയം തന്നെ ശക്തിയുമാണ്. ശക്തിയാണെന്നുള്ള രീതിയിലാണ് വീര്യം കുറഞ്ഞ്. ശക്തിയാണെങ്കിൽ പിന്നെ എന്ത് പറ്റും? നമ്മളത് വേണ്ട വിധം ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ 1 തെസ്സലോനിക്കർ 5:19 അനുസരിച്ചുകൊണ്ട് നിർവീര്യമായി പോകും. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് ഈശോനെ പോലെ. അപ്പോൾ വചനം പറയും, പരിശുദ്ധാത്മാവിന് വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ദുഃഖിപ്പിക്കരുതെന്ന് പറയും. എഫേസ്യസ് 4:27, 28, 29, 30 വരെയുള്ള തിരുവചനങ്ങൾ. എഫേസ്യസ് 4. ദൈവത്തിൻ്റെ രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. 4:30. അപ്പോൾ എന്താണ്? വ്യക്തിയായതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ശക്തിയായത് കൊണ്ടാണ് പറയണത് നിർവീര്യമാക്കരുത്. ദൈവം ഒരേ സമയം തന്നെ വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. ദൈവം വ്യക്തിയായതുകൊണ്ട് വ്യക്തിയിൽ നിന്ന് ഈ ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യും.
ഈ ശക്തിക്കാണ് കൃപയെന്ന് പറയണത്. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ അവൻ എനിക്ക് മുള്ളു തന്നു. പിശാചിന്റെ ദൂതൻ എന്നെ വിട്ടുപോകണമെന്ന് കണ്ണീരോടെ ഞാൻ പലവട്ടം പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതി. 2 കൊറിന്ത്യർ 12:9-10. നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ പറഞ്ഞേ, എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പോഴേ നിനക്കെൻ്റെ കൃപ മതി. ദാറ്റ്സ് ഓക്കെ. ക്ലിയർ, മനസ്സിലായില്ലേ? കൃപ എന്താണെന്ന് ഉടനെ പറയുകയാണ് ബൈബിള്. ഈ ഒറ്റ വാക്കിലേ അതുള്ളൂ, വേറെ ഇല്ല. കൃപ എന്താണെന്ന് പറയുകയാണ്. എന്താ കൃപ? എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താണ്? കൃപ എന്താണ്? എപ്പോൾ പ്രവർത്തിക്കുന്നു? കൃപ ശക്തിയാണ്. എപ്പോൾ പ്രവർത്തിക്കുന്നു? നിൻ്റെ ബലഹീനതയിൽ. അതാണ് അച്ഛൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ആ ചേട്ടായി കൊണ്ടുവന്ന അനുജൻ കൊണ്ടുവന്ന് അപ്പനെയും അമ്മനെയും ചേട്ടായുടെ കൂടെ ആക്കില്ലേ? അപ്പോൾ എന്നാ പറ്റി? ചേട്ടായിയുടെ മക്കളുടെ ക്രിസ്മസിൻ്റെ ഉടുപ്പ് ഒരെണ്ണം കുറഞ്ഞു, കൂട്ടാൻ വെക്കാനുള്ള ഒരെണ്ണം കുറഞ്ഞു. കാറിന് പോകേണ്ട കാലത്ത് അവസാനം ബസ്സിന് പോകേണ്ടി വന്നു. പല പ്രശ്നങ്ങളാണേ. ആ കല്യാണ വീട്ടിൽ കാറിന് പോകണം, അവിടെ എല്ലാം കാറിനാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു നിലയും വില അനുസരിച്ചുകൊണ്ട് ടാക്സിയെങ്കിലും പിടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ പണ്ടാരം ഇയാളെല്ലാം അനിയനെ സുഖിപ്പിക്കാൻ വേണ്ടി നടന്നു. ഇപ്പോൾ നമ്മൾ സർക്കാർ വണ്ടി ജനകീയ വടിയെ നർച്ചിനെ പോലെ തൂക്കിക്കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ? തൻ്റെ കൂടെ പുറത്ത് എന്നെ സമ്മതിക്കണം. അതാണ് വൈഫ് പറയണത്. അവളങ്ങനെ പറഞ്ഞില്ല, പക്ഷെ പറയാൻ സാധ്യതയുള്ള ഒരു ഡയലോഗാണത്, ഇല്ലേ? അതാണ് സാധനം. അപ്പോൾ ബലഹീനമായി. അപ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ നിനക്കെൻ്റെ കൃപ മതിയെന്ന് പറയുമ്പോൾ എന്താണ് കൃപ? ദൈവത്തിൻ്റെ ശക്തിയാണ്. എന്തെന്നാൽ ബലഹീനതയിലാണ്, ഈ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിലേ പ്രവർത്തിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് പൗലോസ് പറയും, ഞാൻ ബലഹീനാക്കപ്പെടുമ്പോഴാണ് ഞാൻ ശക്തനാക്കപ്പെടുന്നതെന്ന് പറയും. എൻ്റെ ദൈവവേദന വൈഫായാലും ഹസ്ബൻഡായാലും അയൽവാസി ആയാലും ആരെങ്കിലും വഴി നിങ്ങൾ ഒന്ന് ബലഹീനമാക്കിയ ഒരു താങ്ക്സ് പറയാൻ മറക്കരുത്. എന്തിനാണ്? അത് നിന്നെ ശക്തീകരിക്കാൻ, കൃപയുടെ അഭിഷേകം തരാൻ വേണ്ടി ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, കർത്താവിൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാകണം ജീവിതത്തിൽ. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പിശാചിൻ്റെ കൺവെട്ടത്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ പറയുവേ, ഇപ്പം എങ്ങനെ ഉണ്ട് പറയിട്ടില്ലേ? അസലായി ബുദ്ധിബോധമില്ലാത്ത പൊറുക്കാനറിയണം എന്ന് പറയുമ്പോൾ നിങ്ങളത് കേട്ടുകൊണ്ട് വന്ന് നിങ്ങളുടെ ഭർത്താവിൻ്റെ കടുത്തേക്ക് കയറും. അതുകൊണ്ട് കർത്താവിൻ്റെ കൺവെട്ടത്തുണ്ടാകണം. എന്തെങ്കിലും ബലഹീനമാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, എന്നെ തമ്പുരാൻ ഒരു ആഴ്ചയിൽ എവിടെന്തെങ്കിലുമൊക്കെ ഒരടി തരും. ഞാൻ മിണ്ടത്തിലൊരു മനുഷ്യനോട് ഒരു പാസ് പോലും ചെയ്യത്തില്ല. മരിച്ച് മര്യാദക്ക് വന്ന് കർത്താവിൻ്റെ അടുത്ത് വെറുതെ ഇരിക്കും. കാര്യം എന്താ? ഇരുന്ന് ഒരു 4 കൊന്ത ഒറ്റയടിക്ക് ചെല്ലും. എന്തിനാണെന്നറിയാവോ? ഇത് പവറിങ് സമയമാണ്. എനിക്കറിയാം, എനിക്കുണ്ടായ പ്രശ്നം ഞാൻ പരിഹരിക്കേണ്ട കാര്യമില്ല. എനിക്ക് 59 വയസ്സുണ്ട്. എൻ്റെ കർത്താവാണ് ഇന്ന് വരെ എല്ലാം പരിഹരിച്ചിരിക്കുന്നത്. ഇന്ന് വരെ എൻ്റെ കർത്താവാണ് എല്ലാം പരിഹരിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ജോലി എന്താ? അവൻ്റെ അടുത്ത് വന്നിരിക്കുക, അവനെക്കൊണ്ട് പരിഹരിപ്പിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. അതാണ് സാധനം. പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. അമ്മയ്ക്ക് അതുകൊണ്ട് തിടുക്കമൊന്നുമില്ല. അമ്മയ്ക്ക് തിടുക്കയില്ല. അമ്മയും എന്തു ചെയ്യും? യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു, അതിനെക്കുറിച്ച് ചിന്തിച്ചു, അത്രയേ ഉള്ളൂ. അതാണ് ലൂക്ക 8:21, 11:27. ആരാണ് എൻ്റെ അമ്മ എന്നിട്ട് ഈശോ പറഞ്ഞിട്ട്, ഞാൻ ചോദിച്ചതേ ഉള്ളു, ഇങ്ങോട്ട് കെട്ടിയെടുത്ത് പറയാൻ നിൽക്കണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് പറയാം, നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയും. അമ്മയെക്കുറിച്ച് ഇന്നും അറിയത്തില്ലല്ലോ. അമ്മയെക്കുറിച്ച് ബന്ധക്കോസുകാർ എന്തായാലും തുടങ്ങിയ ദിവസം പറയണം. ആരാണ് എൻ്റെ അമ്മയെന്നൊരു ചോദ്യം അറിഞ്ഞിട്ടും പറയും, ഇങ്ങോട്ട് ഉത്തരം പറയാൻ നിൽക്കണ്ട, പറഞ്ഞാൽ തെറ്റിപ്പോവും. കാര്യം നിന്നെ പറ്റിയിട്ടില്ലല്ലേ, എന്നെയല്ലേ പറ്റത്, ഞാനല്ലേ പാല് കുടിച്ചത്, ഞാനല്ലേ മടി കിടന്നത്, അവരല്ലേ എന്നെ വെച്ച് 4 കാലം വീണ് കണ്ടം വഴി ഓടിയത്.
അവരെല്ലാം എനിക്കറിയാം. ഐ വിൽ സേ, ഞാൻ പറയാം എൻ്റെ അമ്മ ആരാണെന്ന്. ദൈവവചനം കേൾക്കുകയും എൻ്റെ അമ്മ അതാണ്, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളെ എൻ്റെ അമ്മ. കൈയിടിച്ച് കർത്താൻ ഇരിക്കുക. 1 കൊറിന്ത്യൻസ് 15:26. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. 1 കൊരിന്ത്യൻസ് 15:9. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എന്തെന്നാൽ ദൈവം ചൊരിഞ്ഞ കൃപ എന്നിൽ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയുംക്കാൾ അധികമായി ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം കൃപ ശക്തിയാണെന്ന് കണ്ടു. കൃപയെ നമ്മുടെ ജീവിതത്തിൻ്റെ പുനഃക്രമീകരണം മോശം കാരണം കൃപയെ ശക്തിയെ നിർവീര്യമാക്കണമെന്ന് കണ്ടു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് കണ്ടു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴെന്താ പറയണത്? കൃപ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരമാണ്. കാര്യം ദൈവത്തിൻ്റെ സഭയെ ഞാൻ സാവുളായിട്ട് നടന്ന് പീഡിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ പേരിന് പറയാൻ യോഗ്യനല്ല. പിന്നെ ഞാൻ എന്തായിരിക്കും? അത് കർത്താവിൻ്റെ കൃപയാലാണ്. പക്ഷേ എന്താ പറഞ്ഞിരിക്കണത്? അത് കൃപയാലാണ്. ആ കൃപ വെച്ച് ഞാനെന്ത് ചെയ്ത്? മറ്റെല്ലാവരെയുംക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. അപ്പോൾ ദൈവകൃപ എന്തിനുള്ളതാണ്? കർത്താവിന് വേണ്ടി അധ്വാനിക്കാനുള്ളതാണ്. ധ്യാനം കൂടി വീട്ടിൽ പോയി വെറുതെ വൃത്തിയിരിക്കരുത്. കർത്താവിന് വേണ്ടി ഞാൻ എപ്പോഴും ഓർക്കേ, മറ്റച്ഛന്മാരെക്കാൾ എനിക്കെന്താ പ്രാധാന്യം? ഒരു പ്രാധാന്യവും ഉള്ള. എൻ്റെ വീക്ക്നെസ് എന്നെപ്പോലെ അറിയാവുന്ന ആരുണ്ട്? ദൈവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ എന്തുകൊണ്ട് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്? നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഇത്ര അകലെയല്ലേ, എനിക്ക് അമ്മയെ തൊടാമായിരുന്നു. അത്രയും ബുദ്ധിയും ചെന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുവേ, എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ അച്ഛനായ കാലം മുതലേ എപ്പോഴും ചിന്തിക്കും. ബ്രദറായിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, 8 മണി 12 മണിക്കൊക്കെ എഴുന്നേറ്റ് 4 മണി ഇരുന്ന് പ്രാർത്ഥിക്കും. എന്തിനാ? പെട്ടെന്ന് അച്ഛനാക്കാൻ. എന്തിനാ? മിഷൻ ജോലി ചെയ്യാനാ. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ. ദൈവത്തിലെ നിന്നോട് ഇപ്പം നീ ദൈവത്തോട് കൃപ ചോദിച്ചാലേ അനുഗ്രഹം ആർക്കും കൊടുക്കും, ഏത് പട്ടിക്കും കൊടുക്കും, ഒരു പ്രശ്നവുമില്ല. ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയിരിക്കുകയാണ്. അനുഗ്രഹമേ, അനുഗ്രഹം സൃഷ്ടിച്ചപ്പോൾ തന്നെ അനുഗ്രഹിച്ചില്ലേ? പിന്നെ അനുഗ്രഹത്തിന് പ്രത്യേകം പ്രസക്തി ഇല്ലല്ലോ. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അനുഗ്രഹം കിട്ടും. ഇപ്പോൾ പ്രാർത്ഥിച്ച ആൾക്കാർക്ക് തന്നെയാണ് എല്ലാം PSC ടെസ്റ്റിന് റാങ്ക് കിട്ടുന്നത്. യുക്തിവാദികളും നിരീശ്വരവാദികളും ദൈവത്തിനെ മറത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് കിട്ടണില്ലേ? ഈ പിള്ളേരൊക്കെ ഉണ്ടാകണത് എല്ലാം എല്ലാം സത്യസന്ധമായിട്ട് പോകുന്ന ആൾക്കാരെ പിള്ളേരുണ്ടാകണത്. ഇവിടെ ബില്ലാതിന് 45 പിള്ളേരുണ്ട്. അല്ല, തോക്കെടുത്താൽ പിടിച്ചു പോകുന്ന ആൾക്കാർക്ക് എന്താ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും അനുഗ്രഹങ്ങൾ കളിക്കും ഭൗതിക ആനുകൂല്യങ്ങളൊന്നും പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. നമ്മൾ പിന്നെ പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രകൃതി കിടക്കുന്ന സാധനമല്ല നമുക്ക് വേണ്ടത്. അപ്പ കൈകൊണ്ട് എടുത്ത് തന്നെ. ചില പിള്ളേർ പറയണേ, എടാ അടുക്കളയിൽ പോയി എടുത്തോ. ഇല്ല, അമ്മ എടുത്ത് തന്നെ എന്ന് പറയലേ. അത്രയുള്ള കാര്യം. ചില മക്കൾ സമ്മതിക്കത്തില്ല. അമ്മ എടാ മേശപ്പുറത്തിരിപ്പുണ്ട് എടുത്തോ, എൻ്റെ കൈ ഒഴിയത്തില്ല. ഇല്ല, അമ്മ കൈ ഒഴിഞ്ഞിട്ട് വന്നാൽ മതി, അമ്മ എടുത്ത് വന്നാൽ മതി. കാര്യം തിന്നണമല്ല പ്രശ്നം. അമ്മയുടെ കൈ കൊണ്ട് തിന്നുമ്പോൾ അതിന് വേറെ തൃപ്തിയാണ്. നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പ്രകൃതിയിലെല്ലാം ഉണ്ട്. മക്കളുണ്ട്, വിവാഹമുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പ്രാർത്ഥിക്കാത്തവർക്ക് ഇതെല്ലാം കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയും, അപ്പാൻ്റെ കൈ കൊണ്ട് തന്നെ. എനിക്ക് കുഞ്ഞിനെ വേണം തന്നെ, എനിക്ക് വിവാഹം വേണം, വീട് വേണം, പക്ഷെ അപ്പാൻ്റെ കൈ കൊണ്ട് തന്നെ. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കണത്. അല്ല പ്രാർത്ഥിച്ചിട്ട് ഇല്ലാത്ത സാധനം ഉണ്ടാക്കിയെടുക്കുകയല്ല. IELTS ആയാലും ഹാദായാലും എമ്മ വെച്ചാലും അപ്പാൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ല പ്രാർത്ഥിച്ചിട്ട് ഒരു സാധനം ഇല്ലാത്ത ഉണ്ടാക്കാൻ പോകുകയല്ല. അത് നിരീശ്വരവാദിക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ദുഷ്ടനാണെങ്കിലും ചെണ്ടജലം ഇപ്പോൾ ഇറങ്ങിയേ ഉണ്ടെങ്കിലും ദുഷ്ടൻ്റെയും പേരും ചിട്ടൻ്റെയും പേരും മഴ പെയ്യിപ്പിക്കും. നീതിമാന്മാരുടെ മേലും നീതിരഹിതൻ്റെ പേരും ഞാൻ എൻ്റെ സൂര്യനെ ഉദിപ്പിക്കും. പക്ഷേ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രരാകേണ്ടതിന് ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പം പുത്രർ എന്ന രീതിയിൽ അപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണതിനാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമില്ല. ഭൗതിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇൻടേക്കുകളെല്ലാം വിസർജിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നാലും അത് പോകുന്നു. അപ്പോൾ എന്താ? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ അതിൻ്റെ നീതിയെക്കുറിച്ച് അന്വേഷിക്കണം, ആദ്യം കൃപയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പറയണത്.
അത് കൃപ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ പൗലോസ് പറഞ്ഞില്ലേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന്. അത് ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എഫേസ്യസ് എപ്പോഴും 2:8 പറയും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപ. അപ്പം കൃപയാകുമ്പോൾ ദൈവത്തിൻ്റെ മകളെപ്പോലെ ജീവിക്കാൻ നീ തീരുമാനിക്കാനാണ് ദൈവത്തിൻ്റെ മകളുടെ ജീവിത വ്യാപാരങ്ങളെ വിമർശനത്തിനും ധ്യാനത്തിനും വിധേയമാക്കി നമ്മൾ ഈ ദിവസങ്ങളിൽ സംസ്കരിച്ച നോക്കിയത്. അമ്മ വഴി നല്ല വഴിയാണ്. അമ്മ അതുകൊണ്ട് ഈശോ എപ്പോഴും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ വളരെ സത്യം സംസാരിക്കുന്നത്, നിങ്ങൾക്ക് അമ്മയെ അറിയത്തില്ല, എൻ്റെ അമ്മ ആരാണ്. 2 പ്രാവശ്യം സെയിം കാര്യം പറഞ്ഞു. കൊളോസ്യസ്, അതായത് ലൂക്ക 8:21 11:27 ഒരു വചനം തന്നെ പറഞ്ഞു. എന്താണ്? ദൈവവചനം കേൾക്കുകയും എന്ന് പറഞ്ഞേ, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് അമ്മ. അപ്പൊ വചനം കേൾക്കണം എന്തിനാണ്? അതനുസരിച്ച് ജീവിക്കാനാണ്. അതാണ് അമ്മ പറയണത്. അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത്. അത് രണ്ടും കണക്റ്റഡ് ആണ്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഉടമ്പടി കൃത്യം പാലിച്ച വേദസാക്ഷിയായി മാറും. വിശ്വാസി എന്ന റാങ്ക് മാറ്റിയിട്ട് ടക്കാന്ന് വേദസാക്ഷി പിന്നെ ദൈവത്തിൻ്റെ സ്വന്തം ആളല്ലേ. അവൻ്റെ കാര്യം എന്താ മുട്ടുവരാൻ പോണത്? കർത്താവ് ആഗ്രഹിക്കണമെല്ലാം അവൻ്റെ ജീവിതത്തിൽ നടക്കും. ദൈവം ആഗ്രഹിക്കണമെല്ലാം അവൻ്റെ ജീവിതത്തിൽ നടക്കും. അവൻ ആഗ്രഹിക്കണമെല്ലാം ദൈവത്തിൽ നിന്ന് അവൻ ലഭിക്കുകയും ചെയ്യും. അതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് സെക്യൂരിറ്റി കോഡാണ്. പക്ഷേ ഈശോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോ പറഞ്ഞതെന്നറിയാവോ, ഇതിനെ കിട്ടുകയും മേടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം വലിയ പ്രശ്നമാണ്. എന്താ? ഇടിവെട്ടുണ്ടായാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും ജീവിതമാണ്. ഇടിവെട്ടും ഉണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാവും, കൊടുങ്കാറ്റും ഉണ്ടാവും. പക്ഷേ കൃപയുണ്ടെങ്കിൽ വീണ് പോകത്തില്ല. അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞില്ലേ? അത് 2:7 യോഹന്നാൻ്റെ സുവിശേഷം. അതിനെ കമൻ്റ് ചെയ്തുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ അമ്മ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ, എൻ്റെ വചനം പോലെ ജീവിക്കാൻ. എൻ്റെ അമ്മ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അതാണ് 8:21. ദൈവവചനം കേൾക്കുകയും, എൻ്റെ അമ്മ ആരാണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാൾ. അതുകൊണ്ട് അനുഗ്രഹം മാത്രമല്ല, ഇടിവെട്ടും വെള്ളപ്പൊക്കവും പേമാരിയും ജീവിതത്തിൽ വരുന്ന കടങ്ങൾ, രോഗങ്ങൾ എല്ലാം പ്രതിരോധിക്കപ്പെടും. അത് വന്നാൽ നമ്മൾ അതിനകത്ത് ജീവിക്കും. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ആരോട് തുല്യരാണെന്ന് ഞാൻ പറയാം. അവർ പാറമേൽ ഭവനം ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. 7:24 മത്തായി സുവിശേഷം 7:24. കാറ്റൂതി, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, ആ ഭവനബന്ധത്തിൽ ആഞ്ഞരിച്ചു, അത് വീണില്ല. കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. പാറമേൽ സ്ഥാപിതമായ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ ഇടരാതെ പതറാതെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കും, അമ്മ വിശ്വാസത്തിൻ്റെ പാറമേൽ നിൽക്കുക. അമ്മ വീണേച്ചെങ്കിൽ സലോമി ഉടനെ വീണേന. പിന്നെ സലോമിയുടെ കൂടെ ക്ലെയോപാസിൻ്റെ ഭാര്യയുണ്ട്, അവരും അയ്യവിഭാവിയാണ്, അവരും വീണേന. പിന്നെ മഗ്ദലന മറിയമുണ്ട്, അവരും വീണേന. യേശുവിൻ്റെ അമ്മയും മറ്റു സ്ത്രീകളും നിന്നെന്ന് പറഞ്ഞില്ലേ? പരിശുദ്ധാത്മാവിന് ചോദിക്കും, പരിശുദ്ധാത്മ പറയും അതൊക്കെ വെറുതെ, ആ പെണ്ണുങ്ങളൊക്കെ വെറുതെ നിന്നതാണ്, അമ്മ നിന്നത് കൊണ്ട് നിന്നതാണെന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത ഓട്ടോറിക്ഷ പിടിച്ച് അവർ വീട്ടിൽ പോയെന്ന് പറയും. അമ്മയ്ക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. അമ്മ നിൽക്കുകയും ചെയ്യും, ഏത് കുരിശിന് ചുവട്ടിൽ നമ്മളെ നിർത്തുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ അളന്നും തൂക്കിയാണ് യോഹന്നാൻ പറയണത്. യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ അരികെ നിന്നിരുന്നു. ഏത് കുരിശായാലും ശരി, സ്വന്തം മകൻ മരണവിഭ്രാളത്തിൽ തലക്ക് മുകളിൽ തൂങ്ങി ശ്വാസമെടുക്കാൻ വേണ്ടി വിഭ്രാളം കൊള്ളുമ്പോഴും അമ്മ മുട്ടുപിറക്കാതെ ചങ്കുറപ്പോടെ നിൽക്കും. അപ്പാ ഈശോ പറതരുതരപ്പാ, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കാൻ പോവുകയാണ്. അവസാനം വരെ നിൽക്കും. നിൻ്റെ കുടുംബത്തിലേക്ക് ഈശോനെ കൊണ്ടുവന്ന അമ്മയെ കൊണ്ടുവന്ന ഈശോയാണ്. ഈശോ പറഞ്ഞു, ബിഹോൾഡ്, എൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ എൻ്റെ മരണസമയത്ത് പോലും ചങ്കുറപ്പോടെ നിന്ന ആളെയാണ് ഞാൻ നിനക്ക് തരണത്, ഇതാ നിൻ്റെ അമ്മയെന്ന്. ഉടനെ യോഹന്നാൻ എഴുതിയിരിക്കണം, അന്ന് മുതൽ അവളെ ആ ശിഷ്യൻ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചത്. നമ്മൾ ധ്യാനത്തിലൂടെ ഹൃദയത്തിൽ അമ്മയെ സ്വീകരിക്കാൻ, ഇടിവെട്ടുണ്ടായാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും ഇനി നമ്മൾ വീഴത്തില്ല. കാരണം
ഇത് അമ്മ വിശ്വാസത്തിൻ്റെ പാറമേൽ സ്ഥാപിതമായിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.